ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിലെ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലും ആശ്വാസവുമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് വളരെ സ്നേഹത്തോടെ ഹാർദവുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ആമേൻ. പ്രൈസ് ലോർഡ് സിസ്റ്റർ, സന്തോഷമാണല്ലോ? സന്തോഷമായിട്ട് ഇരിക്കുന്നു. ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നുപോയി തകർന്നടിഞ്ഞു പോകേണ്ട സ്ഥാനത്ത് കർത്താവ് പിടിച്ചു നിർത്തിയതാണെന്ന് മനസ്സിലാക്കുന്നു. ഈ സാക്ഷ്യം അനേകർ ഇതുപോലെ ഒരുപാട് പേര് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട്, വ്യക്തികളുണ്ട്, എങ്ങനെ മുന്നോട്ട് കടന്നു പോകണമെന്ന് അറിയാത്തവരുണ്ട്. അവർക്കൊക്കെ ഈ സാക്ഷ്യം ഒരു വലിയ അനുഗ്രഹമായി തീരും. കർത്താവിനോട് അവരൊക്കെ അടുക്കുന്നതിന് മുഖാന്തരമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസിക്ക് കർത്താവ് സാക്ഷ്യം പറയുവാനുള്ള എല്ലാ കൃപയും നൽകി തരട്ടെ. ജീവിതാനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ. അങ്ങയുടെ മഹാകരുണയും ദയയും ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളെ ഇതുവരെ അങ്ങ് നടത്തി, ഇനിയും നടത്തുവാൻ അങ്ങ് ശക്തനാണ്. ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളെ കരം പിടിച്ച് നടത്തിയാട്ട് നിന്റെ ദാസിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ചും വഴികളെക്കുറിച്ചും സംസാരിപ്പാനുള്ള എല്ലാ ദൈവശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും നിന്റെ ദാസിയുടെ മേലെ കർത്താവ് പകർന്നാട്ട് കേൾക്കുന്ന ജനത്തിനത് വലിയ വിടുതലായി തീരുവാന്, അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാന് കർത്താവ് ഇടയാക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളെ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ലോർഡ്. സിസ്റ്ററെ, എവിടെ നിന്നാണ് ഇപ്പം നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാൻ ഓസ്ട്രേലിയയിലെ അഡിലൈഡിൽ നിന്നാണ്, സൗത്ത് ഓസ്ട്രേലിയയിലെ അഡിലൈഡ് സിറ്റിയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. കർത്താവ് അവിടെയുള്ള എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കട്ടെ. വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് പറഞ്ഞാട്ട്? ഞാനും എൻ്റെ 2 മക്കളുമാണ് ഓസ്ട്രേലിയയിലുള്ളത്. മോള് വിവാഹിതയായിട്ട് മെൽബണിലായിരിക്കുന്നു. മോൻ എന്നോടൊപ്പമുണ്ട്. ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ കുഞ്ഞ് വർക്ക് ചെയ്യുന്നു. ഓക്കെ. താങ്ക് യു സിസ്റ്റർ. ഇനിയും ദൈവദാസിയെ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ സംസാരിക്കാനുള്ള സമയമാണ്. അത് ഞാൻ ദൈവത്തിൻ്റെ ദാസിക്ക് നൽകി തരുന്നു. അത് വിനിയോഗിച്ചാട്ടോ. ഓക്കെ. താങ്ക് യു സിസ്റ്റർ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം എൻ്റെ ജീവിതത്തിലെ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്നതോർത്ത് എൻ്റെ കർത്താവിൻ്റെ സകല മഹത്വവും മാനവും ഞാൻ അർപ്പിക്കുന്നു. ഇതിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ റൈച്ചൽ മാത്യുവിനോടുള്ള സ്നേഹത്തെയും ബഹുമാനത്തെയും ഞാൻ ഈ സമയത്ത് അറിയിക്കട്ടെ. അതുപോലെ എന്നെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ജോയമി ആൻറ്റി ഹ്യൂസ്റ്റണിനെ പ്രത്യേകം ഞാൻ സ്നേഹവന്ദനങ്ങളെ ആൻറ്റിക്ക് അറിയിക്കുന്നു. കർത്താവ് തന്ന അവസരങ്ങൾ അത് ദൈവനാമ മഹിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ കർത്താവ് എല്ലാവരെയും സഹായിച്ചു കൊണ്ടിരിക്കുന്നതിനായി ഞാൻ നന്ദി പറയുന്നു. കർത്താവിൻ്റെ ദാസിയിൽ കൂടി ചെയ്യുന്ന ഈ ശ്രേഷ്ഠമായ ശുശ്രൂഷ ഇത് അനേകർക്ക് വിടുതലായി തീരട്ടെ, ആശ്വാസമായി തീരട്ടെ, അനേക കുടുംബങ്ങളെ പണിതെടുക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശംസിക്കുകയാണ്. ഇതുമൂലം അനേക തകർന്ന കുടുംബങ്ങൾ പണിയപ്പെടുകയും യേശുവിനെ അറിയാത്തവര് യേശുവിനെ അറിയുകയും ചെയ്യുന്നതോർത്ത് അതങ്ങനെയുള്ള സന്തോഷ വാർത്തകൾ കേൾക്കുന്നതോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എൻ്റെ സാക്ഷ്യം കർത്താവിൽ ആശ്രയിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, പത്തനംതിട്ട ജില്ലയില് തുമ്പമൺ എന്ന സ്ഥലത്ത് ഒരു മർത്തോമ കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. ശ്രീ പി ടി മത്തായി സാറിൻ്റെയും അന്നമ്മ മത്തായിയുടെയും 6 മക്കളില് ഏറ്റവും ഇളയ കുഞ്ഞായി ജനിച്ച് വളർത്തപ്പെടുവാൻ കർത്താവ് കൃപ തന്നു. 4 ബ്രദേഴ്സും 1 സിസ്റ്ററും എനിക്കുണ്ട്. ഒരു ബ്രദർ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിത്യതയിലായിരിക്കുന്നു. ബാക്കി ഞങ്ങൾ 5 പേരും ഉണ്ട്. എൻ്റെ ബാല്യകാലത്തെ കുറിച്ച് ഓർത്താൽ, മർത്തമ്മ കുടുംബത്തിൽ ജനിച്ചു വളർന്നെങ്കിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബാല്യകാലം, വളരെ സ്നേഹമുള്ള വാത്സല്യം നിറഞ്ഞ ഒരു ബാല്യകാലമായിരുന്നു എൻ്റേത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പിതാവ് അധ്യാപകനായിരുന്നു. 6 മക്കളിൽ ഇളയ കുഞ്ഞായിരുന്നു ഞാൻ. എൻ്റെ വീട്ടിലെ എൻ്റെ ഫാദറിൻ്റെ ബ്രദേഴ്സിൻ്റെ കുടുംബത്തിലും എൻ്റെ അമ്മയുടെ കുടുംബത്തിലും ഏറ്റവും ഇളയ പെൺകുഞ്ഞുമായിരുന്നു.
ഒത്തിരി സ്നേഹലാളനകളും വാത്സല്യങ്ങളും അനുഭവിച്ചു വളർന്ന ഒരു കുഞ്ഞായിരുന്നു. അതുപോലെ എൻ്റെ പിതാവ് ഞങ്ങളെ ഒത്തിരി ബോൾഡായിട്ടാണ് വളർത്തിയത്. ഒത്തിരി സ്വാതന്ത്ര്യമൊക്കെ തന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ബാല്യകാലം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എൻ്റെ പിതാവിന് ഒരു വലിയ ചാരുകസേരയുണ്ട്. അത് വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ വെളിയിലോട്ട് എടുത്തിടും. എന്നിട്ട് ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ നേരെ മൂത്ത ബ്രദറുമായിരിക്കും എപ്പോഴും ഞങ്ങൾ കഥകളൊക്കെ കേട്ട്, അദ്ദേഹം ഒരു സ്റ്റോറി ടെല്ലറായിരുന്നു. കഥയൊക്കെ കേട്ട് എൻ്റെ അപ്പൻ്റെ മാറിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന ഒരു പൈതലായിരുന്നു. അത്ര ഒരു നല്ല ബാല്യകാലം, കൗമാരം, യൗവനത്തിന്റെ ആദ്യ കാലങ്ങൾ ഇങ്ങനെയായിരുന്നു. എൻ്റെ ദൈവം എന്നെ നടത്തിയത്. ചെറുപ്രായത്തിൽ തന്നെ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാനുള്ള കൃപ കർത്താവ് തന്നു. സൺഡേ സ്കൂളിലും യുവജന സഖ്യത്തിലും അതുപോലെ അനേക ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ ചെറുപ്രായത്തിൽ തന്നെ കർത്താവ് കൃപ ചെയ്തു. എൻ്റെ അപ്പ പഠിപ്പിച്ച സ്കൂളിൽ തന്നെ പഠിച്ചു. അതിനുശേഷം സ്കൂളിങ് കഴിഞ്ഞിട്ട് കോളേജ് വിദ്യാഭ്യാസം കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസവും എൻ്റെ ബാച്ചിലേഴ്സ് ഡിഗ്രിയും ഞാൻ അവിടെ നിന്ന് എടുക്കാനിടയായി. കെമിസ്ട്രിയിൽ ബിരുദം എടുത്തതിന് ശേഷം എൻ്റെ അപ്പ എന്നെ ഹയർ സ്റ്റഡീസിന് വേണ്ടി മുംബൈയിലേക്ക് വിട്ടു. മുംബൈയിലേക്ക് വന്നപ്പോഴും എനിക്ക് വളരെ സന്തോഷം. എൻ്റെ മൂത്ത ബ്രദർ ഇന്ന് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന പാസ്റ്റർ തോമസ് മാത്യുവും കുടുംബവും, അതുപോലെ എൻ്റെ സിസ്റ്ററും എൻ്റെ വേറൊരു ബ്രദറും, അവർ 3 പേരും അന്ന് ബോംബെയിലുണ്ട്. അപ്പം ആ സമയത്തും എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം വീട്ടിലെ അറ്റ്മോസ്ഫിയർ തന്നെ അവിടെ. അപ്പം അങ്ങനെ അവിടെ വന്നു എങ്കിലും പെട്ടെന്ന് തന്നെ എനിക്ക് അവിടെ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ക്വാളിറ്റി കൺട്രോളിൽ ജോലി ലഭിക്കാനിടയായി. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് 3 വർഷം കൊണ്ട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ക്വാളിറ്റി കൺട്രോൾ FDA അപ്രൂവ്ഡ് കെമിസ്റ്റ് ആയിട്ട്, അനലിറ്റിക്കൽ കെമിസ്റ്റ് ആയിട്ട് കർത്താവ് അവിടെ ജോലി ചെയ്യാനുള്ള ഭാഗ്യം തന്നു. ആ സമയങ്ങളൊക്കെ ഞാനിപ്പോൾ ഓർക്കുമ്പോഴേ അവിടെയും നാട്ടിലെ അറ്റ്മോസ്ഫിയർ തന്നെ വളരെ സന്തോഷമായിട്ട്, അവരെ ഇളയ കുഞ്ഞായതുകൊണ്ട് എല്ലാവരും ഭയങ്കര സ്നേഹവും കരുതലും, ഞാൻ ഒരു പ്രയാസം അനുഭവിക്കാതെ വന്ന കാലഘട്ടങ്ങൾ. ഞാൻ എന്തിനാ ഇത്രയും കാര്യമായിട്ട് പറയുന്നത് അറിഞ്ഞാൽ അതിനുശേഷം കടന്നുപോയ വഴികളെ കുറിച്ച് നിങ്ങളോട് വിവരിക്കുവാനാണ്. ഈ സമയത്ത് ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് ഓർപ്പിച്ചോട്ടെ. എൻ്റെ ഈ ജീവിതയാത്രയിൽ എന്നെ സ്നേഹിച്ച, കരുതിയ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒത്തിരി ദേവദാസിമാരുണ്ട്. ഞാൻ ആരുടെ പേരുകൾ പറയാൻ ഈ സമയത്ത് സമയം എടുക്കുന്നില്ല. എന്നാൽ അവരോടുള്ള നന്ദിയും സ്നേഹവും ബഹുമാനവും കൂടെ ഞാൻ ഈ സമയത്ത് അറിയിക്കട്ടെ. ഹല്ലേലൂയ. അനേകർ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് എനിക്കിന്ന് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഞാനൊന്നും വ്യക്തി ഇവിടെ ഇല്ല. ഹല്ലേലൂയ. പിശാച് അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും വരുന്നെന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. എന്നാൽ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ തരുവാനും തന്ന കർത്താവ് ഇന്ന് ഹല്ലേലൂയ വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. മുന്നോട്ട് പോകട്ടെ. അങ്ങനെ ബോംബെയിൽ ചെന്നു. ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അപ്പ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നാട്ടിലേക്ക് വരണമെന്ന്. എനിക്ക് 23 വയസ്സേ ഉള്ളൂ. നാട്ടിലേക്ക് വരണം, ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട് എന്ന് പറയുവാനിടയായി. അങ്ങനെ ആ സമയത്ത് പെട്ടെന്ന് ഞാൻ നാട്ടിലേക്ക് വന്നു. അങ്ങനെ 1992 നവംബറിൽ 16 എൻ്റെ വിവാഹം നടക്കുവാനിടയായി. ശ്രീ പോണ്ടിച്ചേരിയിൽ സെറ്റിലായിരിക്കുന്ന ശ്രീമാൻ ഉമ്മൻ തോമസിന്റെയും ശോശാമ ഉമ്മന്റെയും സൺ റോബി തോമസുമായിട്ടുള്ള വിവാഹം മംഗളകരമായി കോഴഞ്ചേരി സെന്റ് തോമസ് ചർച്ചിൽ വെച്ച് നടക്കുവാനിടയായി. എൻ്റെ ഹസ്ബൻഡ് പോണ്ടിച്ചേരിയിൽ ജനിച്ചു വളർന്ന ആളാണ്. മമ്മിയും പപ്പായും അവിടെ ജോലി ആയിരുന്നത് കൊണ്ട് അവർ അവിടെ സെറ്റിലാകുകയും അവർക്ക് 3 മക്കളാണ്. ഇളയത് 2 പെൺമക്കളാണ്. അവർ നേരത്തെ തന്നെ കല്യാണം കഴിച്ചു. മൂത്ത മകനായ റോബി തോമസ് ഏറ്റവും അവസാനമാണ് കല്യാണം കഴിച്ചത്. അങ്ങനെ വിവാഹം വളരെ പെട്ടെന്നാണ് നടന്നത്. ആ സമയത്ത് 1-2 കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ചോദിച്ചുള്ളൂ. മദ്യപിക്കുന്നവരെയും പുകവലിക്കുന്നവരെയും എനിക്ക് വളരെ പണ്ടേ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പം അത് ചോദിച്ചപ്പോൾ ചെറിയൊരു ഹിന്റ് പോലും ഒന്നും ഞങ്ങൾക്ക് തരികയോ ചെയ്തില്ല. എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് ചില തടസ്സങ്ങൾ ആ വിവാഹത്തിന് കൊണ്ടുവന്നിരുന്നു. അതായത് എൻ്റെ ബ്രദറിലോയും പിതാവും പോണ്ടിച്ചേരിയിലേക്ക് അവരുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാരെ അന്വേഷിക്കാൻ നമ്മൾ പോകുന്ന ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ പോകുമ്പോൾ അവർക്ക് ട്രെയിൻ മിസ്സായി.
ട്രെയിൻ മിസ്സായ ട്രെയിനെ അവർ ടാക്സി പിടിച്ചു പോയി അടുത്ത സ്റ്റേഷനിൽ ചെന്ന് പിക്ക് ചെയ്ത് പോകാനിടയായി. പിന്നെ വളരെ പ്രകൃതിക്ഷോഭത്തിന്റെ വലിയ ഒരു തടസ്സങ്ങൾ ആ സമയത്ത് ഉണ്ടായി. എന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ചില തടസ്സങ്ങൾ വന്നതിനെ മറികടന്നാണ് അന്ന് പോയത്. എന്നാൽ എപ്പോഴും ചിന്തിക്കുന്നത്, ഇപ്പോഴാണെങ്കിൽ ഞാൻ ചിന്തിക്കും, നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ആലോചന ചോദിച്ച മുന്നോട്ട് നമ്മൾ പോകുന്നത്. നമ്മളല്ലാതെ നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകാറില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് നമുക്ക് അതിനുള്ളൊരു ആത്മീയ പക്വതയില്ല. ഹല്ലേലൂയ. നമ്മൾ പുറമെ കാണുന്നതാണ് വിശ്വസിക്കുന്നത്. അന്ന് അദ്ദേഹത്തെ കാണുമ്പോൾ 6 അടി ഉയരവും അതിന്റെ സൗന്ദര്യവും ഒക്കെ ഉള്ള വളരെ സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരന്. അതിൽ കൂടുതൽ നമ്മളൊന്നും കൂടുതലായിട്ട് ചോദിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും എല്ലാം ഓക്കെയാണെന്ന് പറഞ്ഞു. അങ്ങനെ വിവാഹം മംഗളകരമായി 1992 നവംബർ 16 നടക്കാനിടയായി. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. അങ്ങനെ വിവാഹം നടന്നതിന് ശേഷം 10 ദിവസം ഞങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പോണ്ടിച്ചേരിയിലേക്ക് മടങ്ങി പോകാനിടയായി. അവിടെ ചെന്ന് ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനെ വിളിച്ച് ഒരു റിസപ്ഷൻ നടത്തുവാനിടയായി. ആ റിസപ്ഷൻ നടത്തി രാത്രിയില് ഈവനിങ് ഒരു ഫംഗ്ഷൻ ആയിരുന്നു. ആ രാത്രിയില് എൻ്റെ ഹസ്ബൻഡ് അമിതമായി മദ്യപിക്കാനിടയായി. എൻ്റെ ജീവിതത്തില് ഞാൻ ഒറ്റയ്ക്കാണെന്ന് ഓർക്കണം. ആ സ്റ്റേറ്റിൽ എൻ്റെ മാതാപിതാക്കൾ നാട്ടിലാണ്. 23 വയസ്സേ ഉള്ളൂ. ഇന്നത്തെ കാലത്തെ ഒരു കാലഘട്ടത്തിലല്ല അന്ന് നിൽക്കുന്നത്. എൻ്റെ ഹൃദയത്തില് ഞാൻ വളരെ തകർന്നു പോയി. മദ്യപിക്കുക മാത്രമല്ല, ബോധം കെട്ടുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം മാറ്റപ്പെടുവാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോഴ് ഹല്ലേലൂയ വീണ്ടും അദ്ദേഹത്തെ എല്ലാവരും കൂടെ ചേർന്ന് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ അവൻ്റെ ആദ്യത്തെ കല്ലുകടിയായിരുന്നു അത് എൻ്റെ ജീവിതത്തിനകത്ത്. ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആരോട് പറയും, എനിക്ക് പറയുവാൻ ആരുമില്ല. അന്ന് നമ്മള് എൻ്റെ ഹൃദയം മുഴുവൻ എങ്ങനെയാ, മാതാപിതാക്കൾ വലിയ പ്രതീക്ഷയോടുകൂടി ഒരു കുഞ്ഞിനെ വളരെ അനുഗ്രഹമായി കല്യാണം കഴിച്ചു വിട്ടിട്ട് എനിക്ക് ഫോൺ വിളിച്ച് പറയാൻ പറ്റും അവരോട്, അവരെന്ത് തകർന്നു പോകും. അങ്ങനെ ഒരു ചിന്തയായിരുന്നു എൻ്റെ ഹൃദയത്തില്. പിറ്റേ ദിവസമായി അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തെ അദ്ദേഹത്തിന് വളരെ കോപമായി, ഭയങ്കരമായിട്ട് ത്രെട്ടൊക്കെ ചെയ്യാനിടയായി. പിന്നെ ഞാൻ അങ്ങ് തണുത്തു. അതിനുശേഷം പതുക്കെ എന്താണ് നടക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു പക്വതയോ ഞാൻ 23 വയസ്സെന്ന് പറഞ്ഞാലും അറിയാമല്ലോ, നാട്ടിൽ ജനിച്ചു വളർന്ന നമ്മുടെ ഒരു സാഹചര്യം, ആ രീതിയിലാണ് ഞാൻ വളർത്തപ്പെട്ടത്. അങ്ങനെ ഇരിക്കുമ്പോൾ മാതാവ് വളരെ സ്നേഹമുള്ള മാതാവായിരുന്നു. പിതാവ് റോബ്ചാന്റെ 20ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചുപോയി. പിന്നെ ഞാൻ അറിഞ്ഞത് 20ാമത്തെ വയസ്സിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. എന്നാൽ പിതാവ് എയർഫോഴ്സിലായിരുന്നുകൊണ്ട് വലിയ സ്ട്രിക്റ്റിലാണ് വളർത്തപ്പെട്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ സ്ട്രിക്ട്നെസ് കൊണ്ട് പിതാവിന്റെ മരണശേഷം, പോണ്ടിച്ചേരി നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല, അവിടെ ഫ്രഞ്ചുകാരും അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ഈസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടെ പോയിട്ട് അദ്ദേഹം അങ്ങനെ ഒരു സ്റ്റൈൽ ഓഫ് ലിവിങ്ങിലേക്ക് മാറുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം ആ രീതിയിൽ മാറുകയും കല്യാണ സമയമായപ്പോഴ ഈ ആൽക്കഹോളിക് അഡിക്ഷനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് നല്ല രീതിയിൽ നിൽക്കുന്ന അദ്ദേഹം ദോഹയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞങ്ങളുടെ കല്യാണം നടക്കുന്നത്. അപ്പൊ ഇതൊന്നും ഞാൻ പിന്നീടാണ് ഇതെല്ലാം പതുക്കെയാണ് ഈ വിഷയങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. 1 മാസത്തിനകം അദ്ദേഹം ദോഹയിലേക്ക് തിരിച്ചുപോയി. അതിനുശേഷം ഞാൻ മമ്മിയുടെ കൂടെ നിൽക്കാൻ തീരുമാനിക്കുകയും അവിടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിന് ചേരുകയും ആ കോഴ്സുകൾ പഠിക്കുകയും, കാരണം ഹസ്ബൻഡിൻ്റെ കൂടെ പോകണം, പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അതാണല്ലോ എത്രയും പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞ് ഞങ്ങള് അങ്ങനെ വെയിറ്റ് ചെയ്തു. അങ്ങനെ 94 ആയപ്പോഴത്തേന് അദ്ദേഹം ദുബായിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ ഷാർജയിൽ താമസിച്ചുകൊണ്ട് അദ്ദേഹം ദുബായിൽ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ 94 എന്നെ ദുബായിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അപ്പൊ ഇതുവരെ എല്ലാം ഓക്കെ ആയിട്ട് പോവുകയാണ്. 94 ദുബായിൽ ചെന്നു. ഏകദേശം ഒരാഴ്ചയൊക്കെ വളരെ സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി, എൻ്റെ ഹസ്ബൻഡ് അവിടെ വെള്ളിയാഴ്ചയാണ് ലീവ്. അപ്പൊ വ്യാഴാഴ്ച വൈകിട്ട് തുടങ്ങുന്ന മദ്യപാനം, അദ്ദേഹം ശനിയാഴ്ച ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം മദ്യപിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്ന ഒരവസ്ഥയായി. ഞാൻ എൻ്റെ ഹൃദയം വളരെ തകർന്നു പോയി. ഞാൻ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല.
ഹല്ലേലൂയ. ഞാൻ ആരോട് പറയുമെന്ന് അറിയത്തില്ല. അവിടെ നമുക്ക് കൂട്ടുകാരില്ല, ഫ്രണ്ട്സ് ഇല്ല. ഞാൻ വീട്ടിലിരിക്കുകയാണ്. പക്ഷെ എനിക്ക് 8ാമത്തെ ദിവസം എനിക്ക് ജോലി കിട്ടി. ജോലിക്ക് പോകും വരും, പക്ഷെ എനിക്ക് ആരോടും പറയാനൊക്കാത്ത സാഹചര്യത്തിൽ ഞാൻ നിൽക്കുകയാണ്. എൻ്റെ ഹൃദയം അകത്ത് വളരെ വിങ്ങലുകളാണ്. ഞാൻ കർത്താവിനോട് അന്നും പ്രാർത്ഥിക്കുന്ന ആളാ. കർത്താവേ, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? എനിക്കിത് ഒരിക്കലും അങ്ങോട്ട് ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു പാപത്തിലും പോകാതെ, ഒരു അശുദ്ധിയിലും പോകാതെ കർത്താവിനെ മാത്രം നോക്കി ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. കർത്താവ്, ഇത് എനിക്ക് എങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ് ദിനം പ്രതി ഞാൻ ഇങ്ങനെ ഭാരപ്പെടുക. അതിനിടയ്ക്ക് ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ കൺസീവ് ആകാനിടയായി. ചെന്ന സമയത്ത് തന്നെ കൺസീവ് ആയി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ വർഷം അവസാനം തന്നെ ഒരു പെൺകുഞ്ഞ് ജനിക്കാനിടയായി. കുഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട മോളെ കർത്താവ് തന്നു. ആ കുഞ്ഞ് മമ്മി പറഞ്ഞു, ഞാൻ നോക്കിക്കോളാം, കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുവന്ന്. അങ്ങനെ 6 months ആയപ്പോഴത്തേന് കുഞ്ഞിനെ പോണ്ടിച്ചേരിയിലെ മമ്മിയുടെ അടുത്ത് കൊണ്ടാക്കാനിടയായി. മമ്മി വളരെ സന്തോഷത്തോടെ കുഞ്ഞിനെ നോക്കാൻ ആരംഭിച്ചു. ഞാൻ മടങ്ങി വന്നു. പ്രിയമുള്ളവരെ, വീണ്ടും ഞങ്ങളുടെ ലൈഫ് തുടരുകയാ. എല്ലാ ആഴ്ചയിലും ആരാധനയ്ക്ക് പോകാനോ, അന്ന് മർത്തോമേലാണ്, അതിനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല അദ്ദേഹം. പക്ഷെ ഇത് മദ്യമാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അത് മാത്രമല്ല, ഫിസിക്കൽ അബ്യൂസ് എല്ലാ രീതിയിലും ഇമോഷണലി, ഫിസിക്കലി എന്നെ അബ്യൂസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ അനുഭവിച്ച തിക്താനുഭവം നിങ്ങളോട് പറഞ്ഞാൽ, അല്ലെ, മരണകരമായ അനേക അനുഭവങ്ങളിൽ കൂടെ ഞാൻ കടന്നുപോയി. ഹല്ലേലൂയ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, പിശാചിന്റെ പ്രവൃത്തികളെ അധികം വർണ്ണിക്കാതിരിക്കുന്ന നല്ലത്. എൻ്റെ യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഒന്ന് രണ്ട് സംഭവങ്ങൾ എനിക്ക് പറഞ്ഞാതിരിക്കാനൊക്കത്തില്ല. കാരണം അതുപോലുള്ള തിക്താനുഭവത്തിൽ കൂടെ കടന്നുപോയത് കൊണ്ട് എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും, ഇന്ന് ഈ ശ്രോതാക്കളിൽ ചിലരെങ്കിലും ഇതുപോലുള്ള അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരു വാക്കുകൾ പറയാനുണ്ട്. നിങ്ങൾ കലങ്ങി പോകണ്ട, നിങ്ങൾ തകർന്നു പോകേണ്ട. ഹല്ലേലൂയ, യേശു ജീവിക്കുന്നത് കൊണ്ട് നീയും ജീവിക്കും. യേശുവിൽ ആശ്രയിച്ചാൽ ഹല്ലേലൂയ, കർത്താവ് നിന്നെ കരങ്ങളിൽ വഹിക്കും. അനേക പ്രാവശ്യം നമുക്കറിയാം, ഫിസിക്കൽ അബ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ തകർന്നു പോകും. ഒരു കണ്ണിനോ എവിടെയെങ്കിലും ഒരു അടി കിട്ടിയാൽ എങ്ങനെ ഭയങ്കരമായിട്ടുള്ള, ആരോടും പറയാനൊക്കത്തില്ല. അത് അനുഭവിക്കുകയുള്ളൂ അവിടെ നിന്നുകൊണ്ട്. ഇപ്പോഴത്തെ കാലത്തെ പോലെ പെട്ടെന്ന് നമ്മൾ ഓടി ഒന്നും പ്രതികരിക്കുന്ന ഒരു പ്രകൃതമല്ല. കർത്താവിനെ അനുവദിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ശരിയായിട്ടുള്ള കാര്യം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവിടെ എക്സ്പോയിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു, റോബിച്ച, നമുക്കൊന്ന് പോകാം ആ പ്രോഗ്രാമിന്. അപ്പൊ നമുക്ക് എന്തോ ഫ്ലവർ ഷോ ഓർ സംതിങ് വാസ് ഗോയിങ് ഓൺ. അപ്പം അദ്ദേഹം അതേ തുടർന്ന് വലിയ പ്രശ്നത്തിലേക്ക് അതങ്ങ് വലുതാക്കി, വലിയ പ്രശ്നത്തിലേക്ക് വന്ന് വളരെയധികം ഉപദ്രവിക്കുവാനിടയായി. എന്നിട്ട് അദ്ദേഹത്തിന്റെ കസിൻസ് അന്ന് ദുബായിലുണ്ട്. ഞങ്ങൾ ഷാർജയിലാണ് താമസിക്കുന്നത്. ദുബായിലുള്ള കസിൻസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവളെ വന്ന് പെട്ടെന്ന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു. അവര് വേഗം വന്നു. അദ്ദേഹത്തിന്റെ കസിൻസ് ആണ്. അവര് വന്ന് എന്നെ പെട്ടെന്ന് ദുബായിലേക്ക് കൊണ്ടുപോയി. ആ രാത്രിയിലാണ് രാത്രി ഞാൻ അവരോട് പറഞ്ഞു, എന്നെ നാട്ടിലേക്ക് അയക്കരുത്, നിങ്ങൾ എന്നെ ഒരു കാര്യം ചെയ്യുക, എൻ്റെ ബോംബെയിൽ എൻ്റെ ബ്രദർ ഉണ്ട്, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ എന്നെ അയക്കാൻ പറഞ്ഞു. അവരങ്ങനെ ടിക്കറ്റ് എടുത്ത് ആ രാത്രിയിൽ തന്നെ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത്, കാരണം റോബിയുടെ സ്വഭാവം അവർക്ക് അറിയാം. അതുകൊണ്ട് അവര് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് ബോംബെയിലേക്ക് എന്നെ അയക്കുവാനിടയായി. അങ്ങനെ ഞാൻ ബോംബെയിൽ വന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ഡ്രസ്സ് എടുത്തിട്ടില്ല, എനിക്ക് മൊബൈൽ വന്നിട്ടില്ല. ഞാൻ നിന്ന് നിപ്പില് പെട്ടെന്ന് വരികയാണ്. അങ്ങനെ വന്നപ്പോ നിങ്ങൾ ഓർത്തോണം, എൻ്റെ ബ്രദറൊക്കെ ഭയങ്കരമായി അവർ തകർന്നുപോയി. വളരെ പ്രതീക്ഷയോടുകൂടി വളരെ ആർഭാടമായിട്ട് നടത്തിയ വിവാഹം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു കുഞ്ഞു വന്നിങ്ങനെ ഇറങ്ങുമ്പോൾ അവരുടെ ഹൃദയം വളരെ തകർന്നുപോയി. എന്നാൽ അവരെന്നെ സ്വീകരിക്കുകയും എന്നെ ആശ്വസിപ്പിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആരോടും പറയാതെ ഞാൻ പ്രത്യേകം നിഷ്കർഷിച്ചു. അപ്പൊ കുഞ്ഞ് പോണ്ടിച്ചേരിയിലാണ്, എൻ്റെ നാട്ടിൽ എൻ്റെ പേരൻസ് അറിയരുത്, അങ്ങനെ ഞാൻ പ്രത്യേകമായിട്ട് ഇവർ പറഞ്ഞു. എന്നാൽ ആ രാത്രി സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അദ്ദേഹം നാട്ടിൽ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മിനി ഈസ് ഡെഡ്,
her dead body is in the mortuary. Hallelujah. അങ്ങനെ ഒരു വാക്ക് പറയാനിടയിൽ അവർ വളരെ തകർന്നു പോയി. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. പെട്ടെന്ന് വീട്ടുകാരെല്ലാം ഭയങ്കരമായിട്ട് അവർ കലങ്ങി. എന്ത് ചെയ്യും, ഇനി എന്താ ചെയ്യേണ്ടത്? അങ്ങനെ അവര് വളരെ ഒത്തിരി സമയം കഴിഞ്ഞ് അവരെ ബോംബെയിലേക്ക് വിളിക്കുക. എന്റെ മൂത്ത ബ്രദറിനെ വിളിച്ച് വിവരം പറയണമല്ലോ. അത് പറയാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞപ്പോഴ് ഹല്ലേലൂയ, അന്നേരം ഞാൻ അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ സേഫ് ആണെന്ന് അറിഞ്ഞു. അങ്ങനെ ആ രാത്രി ഹല്ലേലൂയ, അപ്പോഴാണ് അവരുടെ ഹൃദയത്തില് വലിയ ആശ്വാസം വന്നത്. അങ്ങനെ ബോംബെയിൽ തന്നെ ഞാൻ നിന്നു. അങ്ങനെ നിന്ന് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം തൊട്ട് ഫോൺ വിളിയാ. ഹല്ലേലൂയ, എന്റെ ബ്രദറിന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് ഞാൻ ബോംബെയിൽ ചെന്നെന്ന് എങ്ങനെയോ അറിഞ്ഞു. അങ്ങനെ വിളിച്ചിട്ട് ഇപ്പൊ തിരിച്ചു വരണം, ഇനി ഞാൻ ഓക്കെ ആണ്, അതർവൈസ് ഐ വിൽ കമ്മിറ്റ് സൂയിസൈഡ്. അപ്പൊ എന്റെ ഹൃദയം എപ്പോഴും അത് ഒരു ആ വ്യക്തി ഒത്തിരി സ്നേഹിച്ചു ഞാൻ. അപ്പം പെട്ടെന്ന് ഇതെല്ലാം പറഞ്ഞ ഐ എം ഓൾ റൈറ്റ് എന്നെല്ലാം പറഞ്ഞു ഞാൻ വീണ്ടും മടങ്ങിപ്പോകാനിടയായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കുറച്ച് ദിവസത്തിന് എപ്പോഴും അങ്ങനെയാണ്, കുറെ ദിവസം വളരെ അനുഗ്രഹവും സന്തോഷവും പോകും. ഞാൻ പറയട്ടെ, സന്തോഷമുള്ള സമയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ മദ്യം അകത്ത് ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹം ഇന്ന് കഴിക്കുന്നതിന്റെ ഇരട്ടി അടുത്ത ദിവസം കഴിക്കും, അതിന്റെ ഇരട്ടിയാണ് കഴിക്കുന്നത്. ഇന്ന് ഹല്ലേലൂയ, അങ്ങനെ ഒരു വലിയ ഒരു വിപത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. ആരും സഹായിപ്പാനില്ല, ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. അങ്ങനെ ഒരു അവസ്ഥ. ഹല്ലേലൂയ, അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. വീണ്ടും ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. 97 ആയപ്പോഴത്തേന് മോനെ ഞാൻ കൺസീവ് ചെയ്യാനിടയായി. മോനെ കൺസീവ് ചെയ്ത് 5ാം മാസമായപ്പോഴ് അദ്ദേഹം പറഞ്ഞു, അന്നേരവും ട്രബിളുകളുണ്ട്. പ്രഗ്നൻസിയില് ഞാൻ ട്രബിളുകൾ അനുഭവിച്ചു. പ്രിയമുള്ളവരെ, എനിക്കതൊക്കെ ഓർക്കുമ്പോൾ എനിക്കിവിടെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റാത്ത കാലഘട്ടത്തിൽ കൂടെ, കണ്ണുനീരിൽ കൂടെ, നിരാശയിൽ കൂടെ ഹല്ലേലൂയ ഷാർജയിൽ ഇരുന്ന ആ ഫ്ലാറ്റിൽ ഇരുന്ന സമയങ്ങൾ ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ തകർക്കപ്പെട്ട അവസ്ഥയിൽ കൂടെ കടന്നുപോയിട്ട് അപ്പം അദ്ദേഹം തന്നെ പറഞ്ഞു, 5ാം മാസമായപ്പോ എന്നെ നാട്ടിൽ വിട്ട് അവിടെ സ്വസ്ഥമായിട്ടിരിക്കുക. അപ്പൊ അങ്ങനെ അകന്ന് നിൽക്കുമ്പോ പ്രശ്നങ്ങളൊന്നുമില്ല, എങ്കിലും ഫോണിൽ കൂടെ ചില സമയത്തൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. 97 കുഞ്ഞ് മോൻ ബോണാകാനിടയായി. അന്ന് തന്നെ അദ്ദേഹം തന്റെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് നാട്ടിൽ വന്നു. അദ്ദേഹത്തിന്റെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ ആരും പറയത്തില്ല അദ്ദേഹം ഒരു പ്രശ്നമുള്ള. അപ്പൊ എന്റെ മദർ ചോദിച്ചു, ഇദ്ദേഹത്തെ കുറിച്ചാണോ മോളെ നീ പറഞ്ഞത്? അപ്പൊ കുറച്ചൊക്കെ ആൾക്കാർ എന്റെ മാതാപിതാക്കളോട് ഞാൻ പറഞ്ഞു, എന്റെ സഹോദരങ്ങളോട് പറഞ്ഞു, പതുക്കെ പറയാൻ തുടങ്ങി. കാരണം എനിക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി അപ്പോഴത്തേക്ക്. എന്റെ മദറിനോട് ഞാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ആ ദിവസം തന്നെ വന്നതിന് ശേഷം കുഞ്ഞിനെ എല്ലാം കണ്ട് അദ്ദേഹം തിരിച്ച് പോണ്ടിച്ചേരിയിലേക്ക് മടങ്ങി. അദ്ദേഹം പിന്നത്തെ ജീവിതം, അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനെ എല്ലാം കൂട്ടി അദ്ദേഹം വീണ്ടും ഒരു വേറെ, കാരണം ആരും കൺട്രോൾ ചെയ്യാനില്ല, മദറിന്റെ പേടിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മമ്മി റിട്ടയർഡ് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആയിരുന്നു. മമ്മിയെ പേടിയില്ലാത്തൊരവസ്ഥയിലേക്ക് മാറി. അങ്ങനെ ഞാൻ കേരളത്തിൽ നിൽക്കുമ്പോൾ 35ാമത്തെ ദിവസം മമ്മിയുടെ ഫോൺ കോൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ നീ പെട്ടെന്ന് പോണ്ടിച്ചേരിക്ക് വരണം, റോബി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, കുഞ്ഞുമായിട്ട് വരുമ്പോൾ ഹി വിൽ ബി ഓൾ റൈറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന്, അപ്പം നമ്മളെല്ലാം ഇന്നസെന്റ് ആയിട്ട് കാര്യങ്ങളെ ചെയ്യുക, നമ്മൾ വേറെ ഒന്നും നമുക്ക് ക്രൂക്കഡ് മൈൻഡ് അറിയത്തില്ല. അപ്പം അങ്ങനെ എന്റെ ഫാദറും മദറും ഞങ്ങളെല്ലാം കൂടെ എന്നെ കൊണ്ടുവിടാനായിട്ട് വന്നു. പ്രിയമുള്ളവരെ, ആ രാത്രി സംഭവിച്ചത് നിങ്ങൾക്കറിയാമോ? ആ രാത്രി സംസാരിച്ച കൂട്ടത്തില് അദ്ദേഹം പെട്ടെന്ന് ക്ഷിപ്രകോപിയാകുകയും ഞങ്ങളെ ആ രാത്രിയില് അവിടെ വീട്ടിൽ നിന്ന് ഇറക്കുവാനിടയായി. കൈക്കുഞ്ഞുമായിട്ട് ഞങ്ങൾ ആ രാത്രിയിൽ എങ്ങോട്ട് പോകും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. പിന്നെ ഹല്ലേലൂയ കസിൻസിന്റെ വീട്ടിൽ അവിടെ പോയി ഞങ്ങൾ താമസിക്കുവാനിടയായി. ഹല്ലേലൂയ 35 ദിവസം പ്രായമുള്ള കുഞ്ഞ്, ഹല്ലേലൂയ ശത്രുവായവൻ അറുപ്പാനും മുടിപ്പാനും വന്ന് തകർക്കപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് അദ്ദേഹം സുബോധം നഷ്ടപ്പെട്ടവനായി എന്ത് ചെയ്യുന്നത് എന്താണെന്ന് അറിയാതെ ഹല്ലേലൂയ അദ്ദേഹം അങ്ങനെ മാറുവാനിടയായി തീർന്നു. അങ്ങനെ പൊടിച്ച് എന്റെ മദറിലേക്ക് വളരെ ദുഃഖമായി. ഹല്ലേലൂയ, ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഒന്നിച്ച്, കാരണം ഇദ്ദേഹത്തിന്റെ കൂടെ ചെന്ന് താമസിക്കാൻ ഒക്കത്തില്ല. തൽക്കാലത്തേന് ഞാൻ കേരളത്തിലേക്ക് പോകാൻ ഞാൻ തയ്യാറായില്ല. കേരളത്തിലേക്ക് പൈതലിനുമായിട്ട് ഞങ്ങൾ എന്തോ ചെയ്തു, ഞാൻ കുറച്ച് സമയത്തേന് വീണ്ടും ഞങ്ങൾ ബോംബെയിലേക്ക് വന്നതിന് ശേഷം പിന്നെ ഞാനും മമ്മിയും കൂടെ ചേർന്ന് ഞങ്ങൾ ചെന്നൈയില്, പോണ്ടിച്ചേരിയില്, പല സ്ഥലങ്ങളില് വീടെടുത്ത് മാറി മാറി താമസിക്കാനിടയായി. നിങ്ങളൊന്ന് ഓർക്കണം, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് ഒന്നുമില്ലാത്തവരെ പോലെ ഞങ്ങൾ ഹല്ലേലൂയ അലഞ്ഞ ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ ഞങ്ങൾ മാറി മാറി വീടെടുത്ത് താമസിച്ച ദിനങ്ങളുണ്ട്.
എന്നിട്ട് ഇദ്ദേഹം അറിയരുതെന്ന്, കാരണം പേടിയാണ് ഞങ്ങൾക്ക്, എന്ത് ചെയ്യുന്ന ഒരു പ്രകൃതമായിട്ട് അദ്ദേഹം മാറി. അങ്ങനെ 97 ആയപ്പോഴത്തേന് ഞങ്ങള് 98 ആയപ്പോഴത്തേന് ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ കൊച്ചിയിലേക്ക് വന്ന് താമസിക്കാം, കേരളത്തിലേക്ക് വരാം. അങ്ങനെ ഞങ്ങൾ തിരഞ്ഞെടുത്തത് കൊച്ചിയിലാണ്. അന്ന് എൻ്റെ സിസ്റ്റർ കൊച്ചിയിൽ താമസിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ കൊച്ചിയിൽ വന്നിട്ട് താമസിക്കാനിടയായി തീർന്നു. കൊച്ചിയിൽ വന്നിട്ട് താമസം ആരംഭിച്ചു 1998. കാരണം കുഞ്ഞപ്പോഴത്തേന് 4 വയസ്സോളം പ്രായമേ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കണം, കുഞ്ഞിന് നല്ല സ്കൂളിങ് കൊടുക്കണം. ഞങ്ങള് അങ്ങനെ വന്ന് ആരും അറിയാതെ വളരെ രഹസ്യമായിട്ട് എറണാകുളത്ത് വന്ന് ഞങ്ങൾ താമസിക്കാൻ അപ്പം ഞാൻ അവിടെ എറണാകുളത്ത് ഒരു ജോലി കണ്ടുപിടിച്ച് ഞാൻ ജോലി ആരംഭിച്ചു. കൊച്ചുകുഞ്ഞിനെ മമ്മി നോക്കും, മോളെ സ്കൂളിൽ വിടും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സന്തോഷമായിട്ട്, കാരണം ഇദ്ദേഹത്തുമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ഒക്കത്തില്ല, അങ്ങനെ ജീവിക്കാൻ വേണ്ടി ഞങ്ങള് വന്നു. ആ സമയത്തൊക്കെയും നിങ്ങൾക്കറിയാം, രാവിലെ ജോലിക്ക് പോയി നമ്മൾ ഒത്തിരി ഹൃദയത്തിനകത്ത് ഹല്ലേലൂയ തകർച്ചയാ, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഞാൻ എങ്ങനെയാണ് വീണ്ടും കർത്താവിലേക്ക് എൻ്റെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ എൻ്റെ ബാപ്റ്റിസത്തിലേക്കും മുന്നോട്ടുള്ള വഴിയിലേക്കും ഞാൻ എങ്ങനെ വന്നു എന്ന് പറഞ്ഞു വരികയാണ്. ഹല്ലേലൂയ. അങ്ങനെ കൊച്ചിയിൽ വന്നതിന് ശേഷം ഞാൻ 1999 ആയപ്പോഴത്തേന് ഒരു മീറ്റിങ്ങിന് പോകുവാനിടയായി. ഹല്ലേലൂയ. ഗ്രേസ് മിനി ഹാളിൽ വെച്ചൊരു മീറ്റിംഗ് നടക്കുന്നു. അപ്പൊ അതൊരു പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് കണ്ടു, മദ്യത്തിന് മയക്കുമരുന്നിന് അടിമകളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ അഡ്വർടൈസ്മെന്റ് കണ്ട് ആ മീറ്റിങ്ങിന് പോയി. ആ രാത്രിയില് പ്രിയമുള്ളവരെ, ഞാൻ അവിടെ ചെന്നപ്പോൾ എന്റെ ഹൃദയം വലിയ ആനന്ദം കൊണ്ട് നിറയുവാനിടയായി. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഹല്ലേലൂയ, വീണ്ടും ഇങ്ങനൊരു സന്തോഷമുണ്ടോ, ഈ സന്തോഷത്തിലേക്ക് കർത്താവേ എന്നെ മടക്കി വരുത്തണമേ എന്ന് പറഞ്ഞിട്ട്, കാരണം ഞാൻ തകർന്നിരിക്കുക, ഞാൻ നുറുങ്ങിയിരിക്കുക, എന്റെ ഭാരങ്ങൾ ഞങ്ങൾക്ക് ആരോടും പറയാനൊക്കത്തില്ല, ഞങ്ങൾ അന്യോന്യം ഷെയർ ചെയ്യുക. മാതാപിതാക്കൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ ഒരു കാര്യം നേരത്തെ തീരുമാനിച്ചായിരുന്നു, ഞാൻ ആരിലും ആശ്രയിക്കത്തില്ല, എന്റെ ദൈവമേ നീ എന്നെ നടത്തണമെന്ന് ഞാൻ പറഞ്ഞ് കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയ സമയത്താണ് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുകയും ആ രാത്രിയില് ആ മീറ്റിംഗിൽ എന്റെ ജീവിതം റീഡെഡിക്കേറ്റ് ചെയ്യുവാൻ ഇടയായി. കർത്താവിന്റെ സന്നദ്ധിയിൽ ഞാൻ റീഡെഡിക്കേറ്റ് ചെയ്തു. അതിനുശേഷം സ്നാനത്തെ കുറിച്ച് ഞാൻ പഠിക്കാനിടയായി. പ്രിയമുള്ളവരെ, ഞാൻ ഓടിച്ചെന്ന് സ്നാനപ്പെട്ടില്ല. എന്റെ ബുക്കിലെല്ലാം റെഫറൻസുകളെല്ലാം എഴുതി, കർത്താവെ നിന്റെ കൽപ്പനയാകുന്ന സ്നാനം അത് സത്യമാണെങ്കിൽ ഞാനത് ചെയ്യുവാൻ തയ്യാറാ കർത്താവെ. അങ്ങനെ ഒരു വേർപെട്ട ജീവിതത്തിലേക്ക് കർത്താവിനെ ഹല്ലേലൂയ 2000 ജനുവരി മാസം 2-ാം തീയതി കർത്താവായ യേശുവിനെ ഹല്ലേലൂയ ജലത്തിൽ സാക്ഷീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഹല്ലേലൂയ. എന്റെ വിചാരം, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ എന്റെ പ്രശ്നങ്ങളെല്ലാം മാറും. ഇന്നത്തെ ആ ചിന്താഗതി അങ്ങനെയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആ ദൈവസഭയോട് ചേർന്ന്, എറണാകുളത്തുള്ള ദൈവസഭയോട് ചേർന്ന് ഞാൻ ആരാധിക്കാൻ ഇടയായി. ഹല്ലേലൂയ. എന്റെ മാതാവും മദറിലോയ്ക്കോ എന്റെ മാതാപിതാക്കൾക്കോ ഒന്നും അതിനകത്തൊരു തടസ്സം ഉണ്ടായില്ല. എന്നാൽ എന്റെ ഹസ്ബൻഡ് മാത്രം ഇത് അറിഞ്ഞില്ല, ഞാൻ സ്നാനപ്പെട്ട വിവരം അറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങള് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. 2000 ഈ സ്നാനപ്പെട്ടതിന് ശേഷം ഹല്ലേലൂയ ഞാൻ അനുഭവിച്ച ദൈവ സ്നേഹം, അതുവരെ ഞാൻ എപ്പോഴും ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്തയാണ്. എന്റെ സിസ്റ്ററിന്റെ അടുത്ത് പോയി ഞാൻ കരയുന്ന രംഗങ്ങളൊക്കെ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നോർത്ത് ഞാൻ പറഞ്ഞ ദിവസങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ ഹല്ലേലൂയ എന്റെ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചതിന് ശേഷം ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ചാരാൻ എനിക്കൊരു മാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ ഞാൻ ആദ്യം എന്റെ പിതാവിന്റെ സ്നേഹം നിങ്ങളോട് പറഞ്ഞു. എന്നാൽ സ്വർഗത്തിലെ അപ്പായുടെ ഒരു സ്നേഹം അനേക പ്രാവശ്യം രുചിച്ചറിയുവാൻ ഇടയായി തീർന്നു എന്റെ ജീവിതത്തിനകത്ത്. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അടങ്ങിയിരുന്നില്ല. അദ്ദേഹം വീണ്ടും കണ്ടുപിടിക്കാനിടയായി. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഇദ്ദേഹത്തിന്റെ മനസാന്തരത്തിന് വേണ്ടി കണ്ണുനീരോട് നിലവിളിയോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും ഞങ്ങളെല്ലാം റെഡിയായി നിൽക്കുക ഇദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാന്. അദ്ദേഹം ഒന്ന് നന്നായാ മതി, ഞങ്ങൾക്ക് ജോലി ചെയ്യണമെന്ന് പോലുമില്ല, കർത്താവിന് വേണ്ടി അദ്ദേഹം നിന്നാ മതി, പ്രയോജനപ്പെട്ടാ മതി. ഇങ്ങനെ നിൽക്കുമ്പോൾ മെയ് മാസമായപ്പോ അദ്ദേഹം കണ്ടുപിടിച്ച് വീണ്ടും വന്നു. ഹല്ലേലൂയ. അങ്ങനെ കൊച്ചിയിലെത്തി. അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ
പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആയി, എനിക്ക് നീ സേവിക്കുന്ന യേശുവിനെ എനിക്കും വേണം. അങ്ങനെ അദ്ദേഹവും ജലത്തിൽ സാക്ഷീകരിപ്പാൻ ഇടയായി. 2000 മെയ് മാസമായപ്പം അദ്ദേഹം ജലത്തിൽ സാക്ഷീകരിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങൾ ഞങ്ങൾ കണ്ടു. ഹല്ലേലൂയ. അപ്പം പ്രിയ മമ്മി പറഞ്ഞു, ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി ഇനി ഞാൻ മടങ്ങിപ്പോവാണെന്ന് പറഞ്ഞിട്ട് മമ്മി പോണ്ടിച്ചേരിയിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ ഞങ്ങള് 1-2 സഭകളിലൊക്കെ മാറി മാറിയൊക്കെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചു. ഈ സമയത്ത് എനിക്ക് ഒരു വ്യക്തിയുടെ പേര് പറയേണ്ടതായിട്ടുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ PR ബേബി പാസ്റ്ററുടെ ചർച്ചില് ഹല്ലേലൂയ ഞങ്ങള് കൊച്ചിയിലായിരിക്കും അവസാനം അവിടെ പോവുകയും അദ്ദേഹം റോബ്ചാനെ എപ്പോഴും അദ്ദേഹം മീറ്റിംഗ്സുകൾക്ക് അനേക ദേശങ്ങളിലേക്ക് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. അവരുടെ മിഷൻ ട്രിപ്പുകളിലെല്ലാം റോബ്ചാനെ കൊണ്ടുപോകുമായിരുന്നു. ഒത്തിരി കൊണ്ടു നടന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. ഞങ്ങളൊരു വലിയ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു വലിയ 1000 പേരോളം വരുന്ന ഒരു വലിയ മീറ്റിംഗില് ഞാനും റോബ്ചാൻ ഒന്നിച്ചു നിന്ന് സാക്ഷ്യം പറഞ്ഞ രംഗം ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ വിശദമായിട്ട് എന്തിനാ പറയുന്നതെന്ന് അറിയാമോ? ഹല്ലേലൂയ. ഒരു വ്യക്തിയെ പിശാചു കയ്യിലെടുത്താൽ അവനെ എങ്ങനെ തകർക്കും ഹല്ലേലൂയ എന്ന് പറഞ്ഞു വരികയാണ് ഞാൻ. ഹല്ലേലൂയ. അങ്ങനെ കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം രഹസ്യമായി പുകവലിക്കുവാൻ തുടങ്ങി. ഇതിനൊക്കെ ഞാൻ തടസ്സം പറയുമ്പോൾ പെട്ടെന്ന് ഇറിറ്റേഷനും പ്രശ്നങ്ങളുമാണ്. അല്ലെങ്കിൽ എന്നാൽ അതിൽ കൂടെ പിശാച് മുതലെടുത്ത് അദ്ദേഹം വീണ്ടും മദ്യത്തിന്റെ ആസക്തിയിലേക്ക് കടന്നു പോകാനിടയായി. പ്രിയമുള്ളവരെ, ഞാൻ ഈ സമയത്ത് എനിക്ക് മദ്യപാനികളോട് വളരെ സ്നേഹമാണ്. ഞാൻ നിങ്ങളെ ഒരു സന്ദേശം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഹല്ലേലൂയ. നിങ്ങളെ ദൈവം ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അവരൊത്തിരി മനസ്സിന് ഒത്തിരി നല്ല കൈൻഡായിട്ടുള്ള ആൾക്കാരാ. എന്നാൽ ഹല്ലേലൂയ ഇതിനകത്ത് അടിപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ഇതിനകത്തുനിന്ന് പുറത്തു വരുവാൻ അവർക്ക് കഴിയത്തില്ല. ഇതിനകത്തുനിന്ന് ഹെൽപ്പ് കൊടുത്ത് കുറച്ചു പേര് പുറത്തു വരും. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഇതൊരു ദുരാത്മ ശക്തിയാണ്. ഈ മദ്യപാനത്തിന്റെ ദുരാത്മ ശക്തി അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് കുടുംബത്തെ തകർക്കും, ഇത് കുഞ്ഞുങ്ങളെ തകർക്കും, ചുറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ തകർക്കും. ഒരു ദൈവസഭയിൽ പോയി അവിടെ അസ്വസ്ഥത ഉണ്ടാകും, അങ്ങനെ അനേക പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതിന്റെ വിപത്തുകൾ വലുതാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഹല്ലേലൂയ, ഞാൻ ഇന്ന് നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ വളരെ താഴ്മയോടെ വളരെ സൗമ്യതയോടെ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. പ്രിയ, നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ രക്ഷിക്കും. നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വിടുതൽ കർത്താവ് തരുവാനിടയാകും. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തില് അദ്ദേഹം വീണ്ടും മദ്യപാനത്തിന്റെ വലിയ ഈ പ്രശ്നത്തിലേക്ക് കടന്ന് അല്ലെങ്കിൽ ഒരു രീതിയിലും പ്രിയമുള്ളവരെ കൊച്ചിയിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ. അപ്പോഴത്തേന് നിങ്ങൾ ഓർക്കണം, എന്റെ കുഞ്ഞിനെ സ്കൂളിൽ ചേർത്തിരുന്നു. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കൂളിൽ അവിടെ ചേർത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്കൂളിൽ ചെല്ലുക, പിന്നെ അവർക്ക് നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ സാഹചര്യത്തിൽ കൂടെ പോയപ്പോഴ് എനിക്ക് വേണ്ടി ദൈവം ചെയ്ത ഒരു ഉപകാരം ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ മോനെയും അപ്പോഴത്തെ സ്കൂളിൽ ചേർത്തു. LKG-യിലായി കുഞ്ഞ്. ഹല്ലേലൂയ. ഈ 2 കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരു സ്കൂള് കുഞ്ഞുങ്ങളെ ബോർഡിങ്ങിൽ അവരെ നിർത്താമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതിന്റെ ജീവിതത്തിൽ ഞാൻ ഈ സമയത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്കൂളാണ്. ഹല്ലേലൂയ. അവരെ കുഞ്ഞുങ്ങളെ അവിടെ ചേർക്കാനിടയായി. അങ്ങനെ ചേർത്തതിന് ശേഷം നിങ്ങൾ ഓർക്കണം, മോൻ 5 വയസ്സ് പ്രായമേ ഉള്ളൂ. 5 വയസ്സുള്ളൊരു പൈതലിനെ ഇട്ടിട്ട് ഞാൻ എന്റെ നാട്ടിലേക്ക് വന്നു. കുഞ്ഞുങ്ങളുടെ സ്കൂൾ അവിടെ നിർത്തിക്കൊണ്ട് ഞാൻ നാട്ടിൽ വന്നു. കാരണം ഞാൻ എപ്പോഴും പറയും, കർത്താവേ എനിക്ക് നാട്ടിൽ വന്ന് നിൽക്കണ്ട. കാരണം അന്നത്തെ എന്റെ ചിന്താഗതിയോടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, അന്ന് എനിക്ക് ആളുകൾ എന്റെ വിഷയങ്ങൾ അറിയുന്നത് ഭയങ്കര ഷെയിമാണ്. അല്ലെങ്കിൽ ഞാൻ കൊച്ചി യങ്ങാന്ന് ഓർത്തോണം, ആളുകൾ എന്റെ വിഷയം അറിഞ്ഞാല് എനിക്ക് ഭയങ്കര നാണക്കേടാ. ഞാൻ ഒരു മനുഷ്യനും അറിയരുത്. എന്റെ അപ്പായുടെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒരു മനുഷ്യർക്ക് ഈ വിഷയങ്ങൾ അറിയത്തില്ല. എന്റെ കുടുംബത്തിൽ ആർക്കും അറിയത്തില്ല. എന്റെ ബ്രദറിന് സിസ്റ്റേഴ്സിന് എന്റെ ഫാമിലിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ നാട്ടിൽ നിന്ന് ഹല്ലേലൂയ പിന്നത്തെ സ്കൂളിങ് അവരെ മൈലപ്ര മൗണ്ട് ബദനിലോട്ട് അവരെ മാറ്റുവാൻ ദൈവം കൃപ ചെയ്തു. ഈ സമയത്ത് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് നാട്ടിൽ നിന്ന് നമുക്കൊരു ജോലി കിട്ടത്തില്ലല്ലോ, കർത്താവേ എനിക്കൊരു ജോലി വേണം. അങ്ങനെ എന്റെ കസിൻ മോളിൽ കൂടെ ട്രിവാൻഡ്രത്തേക്ക് കർത്താവ് എനിക്കൊരു ജോലി തന്നു. ഹല്ലേലൂയ. അങ്ങനെ ട്രിവാൻഡ്രത്തേക്ക് ഞാൻ പോകുവാൻ ഇടയായി. ഹല്ലേലൂയ. ഈ സമയത്തെല്ലാം ഞാൻ നിങ്ങളോട് പറയട്ടെ, ദാവീദ് എങ്ങനെ ശൗലിനെ ഓടിച്ചത്, ദേശം വിട്ട് ഓടിച്ചതുപോലെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. തകർക്കപ്പെട്ടവളായിട്ട് ഉടയ്ക്കപ്പെട്ടവളായിട്ട് ഞാൻ ഓടുമ്പോൾ ഹല്ലേലൂയ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഉടയപ്പെടാതെ നിന്നെ ഉപയോഗിക്കാൻ ഒക്കത്തില്ല. നീ തകർന്നു പോയ നിന്നെ ഉടഞ്ഞെങ്കിലേ അവൻ ഉപയോഗിക്കാൻ പറ്റും.
പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവ് എന്നെ നടത്തിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ട്രിവാൻഡ്രം സിറ്റിയിൽ വന്നു. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോബ് തന്നു. ഒത്തിരി അത്ഭുതങ്ങൾ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഒരു സൈഡില് ഞാൻ ഇങ്ങനെ തകർക്കപ്പെട്ടവരായി കിടക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം, നമ്മൾ പറയുമല്ലോ, വിവാഹത്തിന് ഉടമ്പടി എടുക്കുമ്പോൾ പറയും, നിന്റെ ഇല്ലായ്മയിലും ഉണ്മയിലും നിന്റെ ഹല്ലേലൂയ എല്ലാ സുഖ ദുഃഖത്തിലെല്ലാം ഞാൻ നിന്നെ ചേർത്തുകൊള്ളാം, ഞാൻ നിന്നെ ഹല്ലേലൂയ ഞാൻ നിന്നെ കൈവിടാതെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് കൂടെയില്ല. കാര്യങ്ങളെ നോക്കുന്നില്ല എന്ന് മാത്രമല്ല, ഹല്ലേലൂയ ജീവിക്കാനും അനുവദിക്കാത്ത രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ട്രിവാൻഡ്രം സിറ്റിയിൽ വന്ന് ദൈവം എനിക്ക് തന്ന ജോലി, അനുഗ്രഹിക്കപ്പെട്ട ജോലി തന്നു. ആ ജോലിയിൽ കൂടെ അപ്പം തന്നെ കുഞ്ഞുങ്ങളെ ഞാൻ കൊണ്ടുവന്നു. ഏറ്റവും നല്ലൊരു സ്കൂളിൽ ചേർത്തു. സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞ് ഹല്ലേലൂയ വളരെ രഹസ്യമാണെന്ന് ഓർത്തോണം. എന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് പോലും എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് അറിയത്തില്ല. ഗൾഫിലാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. കാരണം എന്റെ വിഷയങ്ങൾ ആരോടും അറിയണ്ട. അങ്ങനെ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ പ്രിയമുള്ളവരെ, ഇദ്ദേഹം എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. എന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. രണ്ട് മക്കളുമായിട്ട് ഹല്ലേലൂയ ബോബി ചെയ്ത ഒരു ലേഡി അദ്ദേഹം ചെയ്യുന്നത് ദൈവസഭകളിൽ വിളിച്ചു ചോദിക്കും. എനിക്ക് ചർച്ചിലോട്ട് വരാനാണെന്ന് പറഞ്ഞ് വിളിച്ചു ചോദിക്കും. അപ്പൊ ഇങ്ങനെ സംസാരിച്ച് വളരെ നൈസായിട്ട് എല്ലാരും പെട്ടെന്ന് വഴി പറഞ്ഞു കൊടുക്കുമല്ലോ. അങ്ങനെ കൊച്ചു കൊച്ചു സഭകളിലൊക്കെ അദ്ദേഹം ലൊക്കേറ്റ് ചെയ്ത് അങ്ങനെ വീണ്ടും വരാനിടയായി. അങ്ങനെ ഹല്ലേലൂയ. അന്ന് ഞാൻ അവിടെ ദൈവസഭയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. ആ സമയത്ത് ഒരു ദിവസം വന്ന് കയറി. അപ്പോഴും എന്റെ ഹൃദയം പെട്ടെന്ന്, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ എപ്പോഴും എന്റെ ഹൃദയത്തിനകത്ത് തകർക്കപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായി. ഹല്ലേലൂയ. എറണാകുളത്ത് വെച്ച് നടന്ന ഒരു സംഭവം, ഒരു നല്ല അനേക സംഭവങ്ങൾ ഉണ്ടായി. ഒരു സംഭവം കൂടെ എനിക്ക് പറയാൻ നിങ്ങളോട് ആഗ്രഹമുണ്ട്. ഒരു ദിവസം ഹല്ലേലൂയ 2 സംഭവങ്ങൾ, ഒത്തിരി സംഭവങ്ങളുണ്ട്. ഒരു ദിവസം ഒരു കത്തിയുടെ മുൾമുനയിൽ എന്നെ 25 മിനിറ്റ് എന്നെ നിർത്തി. ഒരു വലിയ കത്തി ഉപയോഗിച്ച് ഹല്ലേലൂയ എന്റെ ആൺകുഞ്ഞ് വന്ന് കൈ കാലെ ഡാഡി എന്ന് പറഞ്ഞ് പപ്പ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച ഒരു രംഗമുണ്ട്. അതിനുശേഷം ഒരു ദിവസം ഗ്യാസ് തുറന്നു വിട്ടു. ഹല്ലേലൂയ. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടല്ലോ, അദ്ദേഹം എല്ലാം വളരെ സ്കിൽഫുൾ ആയിട്ടൊരു വ്യക്തിയായിരുന്നു. എല്ലാ ഉപകരണങ്ങളും എല്ലാ സംഭവങ്ങളും ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഒരു ദിവസം ഡ്രില്ല് തുറന്നു അത് ഓപ്പൺ ചെയ്തിട്ട് എന്റെ അടുത്തോട്ട് എപ്പോഴും കോർണർ ചെയ്തു വരും. ഹല്ലേലൂയ. അങ്ങനെ ഒത്തിരി തകർച്ചയെ കൂടെ കടന്നുപോയി. അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഞങ്ങൾക്ക് പേടിയാ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ലീഗലായിട്ട് ഈ സമയത്ത് എന്റെ മാതാപിതാക്കള് ഇദ്ദേഹത്തെ ഡിവോഴ്സ് ചെയ്യാൻ പറഞ്ഞു. എന്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാവരും വന്ന് പറഞ്ഞു, മോളെ ഇനി ഈ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ. എന്റെ മദറിലോ ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോനെ നീ ഡിവോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞിട്ട് ഹല്ലേലൂയ ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ട്രിവാൻഡ്രത്ത് വെച്ച് വീണ്ടും അദ്ദേഹം വന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ എല്ലാം ഓക്കെ ആയി, ഞാൻ എന്റെ ജീവിതമെല്ലാം അങ്ങനെയാ ഇങ്ങനെയാന്നെല്ലാം പറഞ്ഞ് വീണ്ടും അകത്ത് കയറി. ഹല്ലേലൂയ. വീണ്ടും പ്രിയമുള്ളവരെ, കുറച്ച് മാസങ്ങൾക്ക് ശേഷം വളരെ ഷോർട്ടായിട്ടുള്ള പീരീഡിൽ തന്നെ അവിടെ നിന്ന് പ്രശ്നമുണ്ടാക്കി ഇറങ്ങുവാനിടെ റെന്റിനാ താമസിക്കുന്നത്. അവിടെ റെന്റിന് ആൾക്കാർ പറഞ്ഞു, ഇനി ഇവിടെ താമസിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ നിങ്ങൾ ഓർത്തോണം, വളരെ ദുഃഖിതയായി വീണ്ടും അദ്ദേഹം അതിനുശേഷം പിന്നെ അദ്ദേഹം പോണ്ടിച്ചേരിക്ക് മടങ്ങും. അങ്ങനെയാ സ്വഭാവം. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഞാൻ കർത്താവിനെ ആശ്രയിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ 2007 എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകള് അനുഗ്രഹങ്ങള് വർണ്ണിച്ചാൽ ഹല്ലേലൂയ ഒരു ബുക്ക് എഴുതാനുള്ള അനുഭവത്തിൽ കൂടി പ്രിയമുള്ളവരെ ഞാൻ കടന്നുപോയി. 2007 ഹല്ലേലൂയ എന്റെ ഒരു ഫ്രണ്ട് എന്റെ വീട്ടിലേക്ക് വന്നു. ഹല്ലേലൂയ. ഈ സമയത്ത് ഞാൻ 1-2 കാര്യങ്ങളോട് പറയട്ടെ. ഹല്ലേലൂയ. എനിക്ക് സഹായിക്കാനായിട്ട് ഒരു ആന്റി വരുമായിരുന്നു, ഒരു ഹിന്ദു ആന്റിയാ. ആ ആന്റി വരുമ്പോഴേ ഞാൻ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടും. അതിനുശേഷം ഞാൻ മുറിയിലോട്ട് കയറും. ഇവർ ജോലി ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ മുറിയിലോട്ട് കയറും. പ്രിയമുള്ളവരെ, എന്റെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് 1 മണിക്കൂർ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. 1 മണിക്കൂർ ദൈവസന്നിധിയിൽ എന്റെ ഹൃദയങ്ങളെ പകരും. ഹല്ലേലൂയ. ഞാൻ പറയും, കർത്താവേ എനിക്ക് മനുഷ്യന്റെ മുമ്പിൽ കരയണ്ട. എനിക്ക് ഹല്ലേലൂയ ഞാൻ ഒത്തിരി പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ സാക്ഷിയായി നിൽക്കുന്നുവെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ അവിടെ നിന്ന് 1 മണിക്കൂർ പ്രാർത്ഥിച്ച് പുറത്തു വരുമ്പോൾ ഒരു ദിവസം ഹല്ലേലൂയ ആന്റി കർത്താവിലാകുവാനിടയായി. കാരണം ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട ആന്റി കർത്താവിലാകുവാനിടയായി. യേശോപ്പ യേശോപ്പ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് പല പ്രാവശ്യം എന്നും ഞാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അല്ല, അവരത് കണ്ടു. അതിനുശേഷമാണ് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. കാരണം ആ ദിവസത്തെ മുഴുവൻ
കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ഹല്ലേലൂയ. വീണ്ടും ഞാൻ ഓർക്കുന്നു, ഞാൻ ആദ്യം എനിക്ക് 2 വീലർ ആയിരുന്നു. 2 വീലർ ഞാൻ ഓടിച്ചു പോകുമ്പോഴ് ഓടിക്കുമ്പോഴാണ് എന്റെ പ്രയർ ടൈം കൂടുതലായിട്ടും കണ്ണുനീരൊഴുകി ഹെൽമെറ്റ് കണ്ണുനീരിൽ മുങ്ങിയിട്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അനേക അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം കർത്താവിനെ മനോഹരമായിട്ട് ദേശത്ത് നടത്തി, ഒരു മനുഷ്യരും അറിഞ്ഞില്ല. പിന്നെ ഹല്ലേലൂയ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഹല്ലേലൂയ ഈ അനുഭവങ്ങളെല്ലാം നടക്കുമ്പോൾ 2007 എന്റെ ഫ്രണ്ട് എന്റെ വീട്ടിൽ വരുവാ. അവര് പറഞ്ഞു, സൂസൻ ഞങ്ങള് ഓസ്ട്രേലിയക്ക് പോകുക, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ചോദിക്കാനിടയെ വെറുതെ കാഷ്വൽ ടോക്കാന്ന് ഓർത്തോണം. അവര് വെറുതെ വീട്ടിൽ വിസിറ്റിന് വന്നതാ. ഹല്ലേലൂയ. കുടുംബമായിട്ട് അവർ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നുണ്ട്, ഞാനൊരു കെമിസ്റ്റ് ആണ്. ഹല്ലേലൂയ. ആ കെമിസ്റ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്തു. പ്രിയമുള്ളവരെ, 2009 ആയപ്പോഴത്തേന് അതിനിടയ്ക്ക് IELTS എക്സാം വന്നു. അന്നയോട് ഓർക്കേണ്ട ഒരു കാര്യം, അന്ന് ഞങ്ങൾ 7-8 പേരുണ്ട്, ഒന്നിച്ചു പോയി. അദ്ദേഹം ഞങ്ങൾ ഒന്നിച്ചു വരുന്നവരെല്ലാം കൂടെ ഒന്നിച്ചു പോയി എക്സാം എഴുതി. പ്രിയമുള്ളവരെ, എനിക്കല്ലാതെ ആർക്ക് വന്ന് ആ എക്സാം പാസ്സായില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കണമേ, ദൈവത്തിന്റെ വഴി അല്ല ഗോചരമാ. ഞാനന്ന് ജോലിക്ക് പോകുന്ന സമയമാ. ഉച്ചയ്ക്ക് എനിക്ക് ബ്രേക്ക് കിട്ടുന്ന ടൈമിലാണ് ഞാൻ പോയി കുറച്ച് സമയത്ത് ക്ലാസ് എടുത്തു. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ബ്രേക്ക് കിട്ടുന്ന സമയത്ത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജില് ട്രാക്റ്റുമായിട്ട് ഞങ്ങൾ വിടുമായിരുന്നു. എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഒരു ഹല്ലേലൂയ സുഹൃത്തുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചിട്ട് ഹല്ലേലൂയ ഞങ്ങൾ അവിടെ ട്രാക്ട് വിതരണത്തിന് പോയ രംഗങ്ങളൊക്കെ ഓർക്കുന്നു. കർത്താവാർക്കും കടക്കാരനല്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. എന്റെ ഹൃദയത്തിൽ അന്നും യേശുവിനോട് കുറിച്ച് പറയണം, മറ്റുള്ളവരോട് പറയണം. എന്നെ ഇത്രത്തോളം നിർത്തിയ യേശുവിനെ എനിക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഇത് മാത്രമായിരുന്നു എന്റെ ആഗ്രഹം. അങ്ങനെ 2009 ആയപ്പോഴത്തേന് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്കുള്ള ഓപ്പണിംഗ് കർത്താവ് തന്നു. അങ്ങനെ 2009 നവംബർ മാസം 10 ഓസ്ട്രേലിയയിൽ എന്റെ പൈതങ്ങളുമായിട്ട് ഹല്ലേലൂയ ഞങ്ങൾ ഒന്നിച്ച് മൈഗ്രേറ്റ് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം. ഓർക്കണമേ, കേരളത്തിലോ ഇന്ത്യയിലോ മിഡിൽ ഈസ്റ്റിലോ എവിടെയെങ്കിലും പോയാലും അദ്ദേഹം കണ്ടുപിടിച്ച് പുറകെ വന്ന് ഞങ്ങളെ തകർത്തെറിയുന്ന അനുഭവത്തില് എന്നാൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി തുറന്ന വഴി ഏറ്റവും ശ്രേഷ്ഠമായിരുന്നതിനാൽ ഞാൻ എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഹല്ലേലൂയ. അവൻ മാത്രം ഹല്ലേലൂയ ആരാധനയ്ക്ക് യോഗ്യൻ, അവൻ മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. ഹല്ലേലൂയ. കർത്താവിനെ ഞാൻ ഓരോ മിനിറ്റും എന്റെ കഴിവ് കൊണ്ടോ എന്റെ മിടുക്കുകൊണ്ടോ അല്ല. ഹല്ലേലൂയ. വചനം പറയുന്നു, ഹല്ലേലൂയ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടു. ഹല്ലേലൂയ. നമ്മുടെ പേര് ചൊല്ലി നമ്മെ വിളിച്ച കർത്താവ്. ആമേൻ. നീ എനിക്കുള്ളവൻ, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിങ്ങളോട് 1-2 കാര്യങ്ങളൂടെ പറഞ്ഞോട്ടെ. ചെറുപ്രായം മുതൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്ന കുഞ്ഞായിരുന്നു. അതുപോലെ വചനം എനിക്ക് ഭയങ്കര ധൈര്യം തന്നുകൊണ്ടിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്തായിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ദൈവം തന്ന ഒരു ആലോചന, യെശയ്യാപ്രവചനം 54 വചനം, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറത്തില്ല. അരിഷ്ടയും കൊടുങ്കാറ്റും അടിക്കപ്പെട്ട ആശ്വാസമറ്റുകളുമായുള്ളവേ, ഞാൻ നിന്റെ കല്ല് അഞ്ജനത്തിൽ പതിക്കുകയും നീലക്കല്ലുകൊണ്ട് നിന്റെ അടിസ്ഥാനമിടുകയും ചെയ്യും. ഹല്ലേലൂയ. ആ വചനം താഴോട്ട് വായിക്കുമ്പോൾ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല. പ്രിയമുള്ളവരെ, എനിക്ക് ഒരു വചനം എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ ആ വചനത്തെ കയറി പിടിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കണം, ഞാൻ ആ സമയത്തേക്ക് എന്റെ വിശ്വാസം അങ്ങ് വർദ്ധിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും നെഗറ്റീവ് പറയുമ്പോൾ നെഗറ്റീവ് പറയത്തില്ല. ഹല്ലേലൂയ. വിശ്വാസം പറയാൻ കർത്താവിനെ പഠിപ്പിച്ച കാലയളവാണ്. ഹല്ലേലൂയ. വിശ്വാസം, ഞാൻ അനേക ബുക്കുകൾ, പ്രിയങ്ങളുടെ ബുക്കുകളും അനേക ബുക്കുകൾ വായിക്കുമ്പോൾ കർത്താവിന്റെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു. ഹല്ലേലൂയ. എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ മിടുക്ക് കൊണ്ടല്ല, എന്റെ ദൈവം അങ്ങനെ വഴി തുറന്ന് ഞാൻ ഇവിടെ വരാൻ ഇടയായി. ഹല്ലേലൂയ. വരുമ്പോൾ ഞാൻ മെൽബണിലേക്ക് വന്ന് എന്റെ കസിൻസ് അവിടെ ഉണ്ട്. അവരോട് പറയുന്നത് ഒരാഴ്ചക്ക് മുമ്പാ പറയുന്നത് ഞാൻ ഓസ്ട്രേലിയക്ക് വരുന്നു. അങ്ങനെ രഹസ്യമായിട്ട്, വളരെ രഹസ്യമായിട്ട് ഓസ്ട്രേലിയക്ക് കർത്താവ് കൊണ്ടുവരാനിടയായി. അങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, എന്റെ വിസ പ്രകാരം എനിക്ക് അഡിലേഡിലേക്ക് വരണം. ഹല്ലേലൂയ. അങ്ങനെയാണ്. അപ്പൊ 15 ദിവസം അവരുടെ കൂടെ താമസിച്ചു.
അങ്ങനെ അപ്പൊ എന്നോട് അവിടെ എന്റെ കസിൻസ് ചോദിച്ചു, ചേച്ചി അഡിലൈഡിൽ ആരുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അഡിലൈഡിൽ കർത്താവുണ്ട്. ഹല്ലേലൂയ. ഈ ദേശം എനിക്ക് അറിയത്തില്ല, ഈ ദേശം ഞാൻ കണ്ടിട്ടില്ല. ഒരു കാര്യം കൂടി ഞാൻ പ്രിയമുള്ളവരെ നിങ്ങളോട് പറയട്ടെ. ഹല്ലേലൂയ. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കാനോ ഞാൻ ഒന്നും സെർച്ച് ചെയ്തിട്ടില്ല. അത് മുഴുവൻ കാര്യങ്ങൾ അവരാ ചെയ്തത്, ഏജൻസികൾ ചെയ്തു. പക്ഷെ ഞാൻ അതിനൊന്നും തുനിഞ്ഞില്ല, അതിനൊന്നും പോയില്ല. ഒറ്റ കാര്യം ഞാൻ ചെയ്തു, എന്റെ ബുക്കിൽ ചെറിയ ചെറിയ വിഷയങ്ങൾ ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ അവരെ കാലിലെയോ ഇവിടുത്തെ ഒരു ദൈവദാസനുമായിട്ട് കർത്താവ് കണക്ട് ചെയ്തു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ ഒരു 120 കിലോ വെയിറ്റ് അല്ലെ 2 കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ വരുമ്പോൾ ഹല്ലേലൂയ എന്നെ സ്വീകരിപ്പാൻ, ഹല്ലേലൂയ, മെൽബണിൽ നിന്ന് ട്രെയിനിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കാരണം ഇത്ര ലഗേജ് എന്റെ കയ്യിലുണ്ട്. അങ്ങനെ വന്ന് ഇറങ്ങുമ്പോൾ എന്നെ സ്വീകരിപ്പാൻ 3 സഹോദരന്മാര് അവർ വലിയ പ്രാഡോയുമായിട്ട് വന്ന് നിൽക്കുക. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. ഈ ദേശത്ത് എന്നെ ഒരിക്കൽ ആ ദൈവസ്നേഹം എനിക്ക് വർണ്ണിപ്പാൻ വാക്കുകൾ, എന്നെ കണ്ടിട്ടില്ലാത്ത സ്ഥലത്ത്. ഹല്ലേലൂയ. അതിനു മുമ്പേ ദൈവം എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഞാൻ 1-2 കാര്യങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട്. ഞാൻ ട്രിവാൻഡ്രത്ത് നിൽക്കുമ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഈ ദേശത്തേക്ക് നീ എന്നെ വിടുമ്പോൾ ആരെന്നെ സഹായിക്കും? അങ്ങനെ എനിക്കൊരു പാട്ട് ഇങ്ങനെ തരിക, അലഞ്ഞു പോകുവാൻ അനുവദിക്കയില്ല, നല്ലിടയൻ ആലയിൽ ചേർത്തിടും. ഇത് വർഷങ്ങൾക്ക് മുൻപ് മാരാമൻ കൺവെൻഷനിൽ പാട്ട് ഗാനം എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ വരികയാ. നീ അലഞ്ഞു പോകുവാൻ അവൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അലഞ്ഞു പോകുവാൻ അനുവദിക്കാതെ കൈകളിൽ വഹിച്ചെന്നെ കൊണ്ടുവന്നു. അങ്ങനെ 1 മാസം കർത്താവിന്റെ ദാസൻ, ഹല്ലേലൂയ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞങ്ങളെ താമസിപ്പാനിടയായി. അതിനുശേഷം ഹല്ലേലൂയ ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ? ഹല്ലേലൂയ. ഞാൻ $10,000 മാത്രം കൊണ്ടുവന്ന് വെക്കുക. എനിക്ക് ജോലി വേണം, കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ വേണം, സ്കൂൾ വേണം, ഭവനം വേണം, എല്ലാം വേണം. ഭയങ്കര വിശ്വാസമാണ്. അപ്പൊ എന്റെ വിചാരം, ഞാൻ ഇങ്ങോട്ട് വന്നു പിറ്റേ ദിവസം എനിക്ക് അങ്ങ് കെമിസ്റ്റ് ആയിട്ട് ജോലി കിട്ടും, ഇങ്ങനെ വിചാരിച്ചാ വന്നു. ഇവിടെ മിക്ക വന്നപ്പോഴാ ഹാലിൽ ഒട്ടും വിദേശ രാജ്യങ്ങളിൽ ജോലി എളുപ്പമല്ല, വീട് എളുപ്പമല്ല, സ്കൂളിങ് എളുപ്പമല്ല. ഹല്ലേലൂയ. നമ്മൾ വേറെ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് എനിക്ക് ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ചു. ആദ്യം സ്കൂളിന്റെ അഡ്മിഷൻ പറയട്ടെ. ഹല്ലേലൂയ. സ്കൂളിന്റെ അഡ്മിഷന് വേണ്ടി കുഞ്ഞുങ്ങൾ എക്സാം എഴുതി. അപ്പൊ എന്റെ ഹൃദയത്തില് ഹല്ലേലൂയ അവരുടെ കുഞ്ഞുങ്ങളൊക്കെ പോകുന്നത് ഹല്ലേലൂയ പ്രൈവറ്റ് സ്കൂളില്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് പ്രൈവറ്റ് സ്കൂൾ മാത്രമല്ല, ഹല്ലേലൂയ, നമ്മുടെ പെന്തക്കോസ്ത് സ്കൂളുകളാണ്, ഹല്ലേലൂയ, ദൈവവചനം പഠിപ്പിക്കുന്ന സ്കൂളുകളാണ്. ആ സ്കൂളുകളിൽ എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ ചേർക്കണമെന്ന് ഞാൻ ഇന്ത്യയിൽ വെച്ച് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇവിടെ വന്നു, സ്കൂൾ എക്സാം അവരെ എഴുതി, അവര് പാസ്സായി ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ ഫീസിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പൊ നിങ്ങൾ ഓർത്തോണം, എനിക്ക് ജോലിയില്ല, ഫീസ് കൊടുക്കാൻ പൈസയില്ല, ഇങ്ങനെ നിൽക്കുകയാണ്. ട്രഷറർ വന്നു, കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, അപ്പൊ നമ്മുടെ വിഷയങ്ങളൊന്നും അവരോട് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ 2 കുഞ്ഞുങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്, എനിക്ക് ജോലി ആയിട്ടില്ല, ക്യാൻ യു പ്ലീസ് ഹെൽപ്പ്? ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. ഉടനെ പ്രിയമുള്ളവരെ, അദ്ദേഹം പറഞ്ഞു, നീ ഒരു മിനിറ്റ് ഇരിക്കാൻ, ഞാൻ പ്രിൻസിപ്പലിനോട് സംസാരിച്ചിട്ട് വരട്ടെ. അങ്ങനെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. പ്രിൻസിപ്പലിനോട് സംസാരിച്ചിട്ട് തിരികെ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ആദ്യത്തെ വർഷം 80% നിനക്ക് ഡിസ്കൗണ്ട് തരാം. നമ്മുടെ കർത്താവ് ആരാണ്? ഹല്ലേലൂയ. ആരും റെക്കമെൻഡ് ചെയ്യാനില്ലാതിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവാണ്. അങ്ങനെ 80% ഡിസ്കൗണ്ടോട് കൂടി കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനിടയായി. അടുത്തത് വീടാണ്. ഇവിടുത്തെ വീടിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാല്, ഒരു വീട് അവർ അഡ്വർടൈസ് ചെയ്യും, അപ്പൊ ആൾക്കാർ വരും, എന്നിട്ട് ആപ്ലിക്കേഷൻ ഫോം എടുക്കണം, അത് എഴുതണം. എന്നിട്ട് ഒരു 10-25 പേര് ഞങ്ങൾ ചെന്നപ്പോ അവിടെ വന്നിട്ടുണ്ട്, 10-25 ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓർക്കണം, ഹല്ലേലൂയ, നമ്മള് ജോലി ഇല്ലാത്തവർക്കൊന്നും വീട് കൊടുക്കത്തില്ല, കാരണം റെന്റ് കൊടുക്കണ്ടേ. ഹല്ലേലൂയ. ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങള് ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു. അതിനുശേഷം ഉപവാസവും പ്രാർത്ഥനയും, കർത്താവേ വീട് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 2 ദിവസം കഴിഞ്ഞപ്പോ എന്റെ ഹൃദയത്തിൽ ഒരു ആലോചന, ഇവരെ ഒന്ന് വിളിക്കാം. ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു ലേഡി ഏജന്റ് ആണ്. ഞാൻ അവരെ വിളിച്ചു. സാധാരണ ഇവിടെ ആരും അങ്ങനെ വിളിക്കത്തില്ല. ഞാൻ അവരെ വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി, അപ്പം അവർക്ക് എനിക്ക് അടുത്തൊരു വീട് കിട്ടിയ വളരെ ഉപകാരമായിരുന്നു. അപ്പൊ അവരെന്നോട് പറയുക, യു ക്യാൻ ടേക്ക് ഇറ്റ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെന്നോട് പറഞ്ഞു, നിനക്ക് എടുക്കാം. ഉടനെ എന്നോട് എനിക്ക് ഫോണിൽ കൂടെ കേൾക്കുന്ന വാക്കാ പ്രിയമുള്ളവരെ, ഇത് അത്ഭുതമല്ലയോ, ഇതിന്റെ പേര് അത്ഭുതം എന്നല്ലേ. അങ്ങനെ ഞങ്ങള് ആ വീട് കിട്ടാനിടയായി. ആ വീട്ടിലെ എല്ലാവരും വന്ന് വീട് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ സന്തോഷമായിട്ട് തുടങ്ങുക. കാരണം സ്കൂളിങ് ഇനി ഒരാഴ്ചയുടെ സ്കൂളിങ് ഉണ്ട്. ഞങ്ങൾ ഡിസംബർ അവസാനം വന്നു, ജനുവരിയിലാണ് സ്കൂൾ തുടങ്ങുന്നത് ഇവിടെ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, രാവിലെ വാക്കിങ്ങിന് പോകും, ജോലിയില്ലല്ലോ, വാക്കിങ്ങിന് പോവുക. അപ്പൊ വാക്കിങ്ങിന് പോകുമ്പോൾ ഇങ്ങനെ വഴികളൊക്കെ കണ്ടുപിടിച്ച് നല്ല ഇവിടെ ശാന്തമായ അന്തരീക്ഷമാണ്. ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നല്ല കിളികളുടെ ശബ്ദം, വളരെ സമാധാനം. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ അങ്ങ് സമാധാനമാണ് നമുക്ക്. അങ്ങനെ പ്രാർത്ഥനയുമായിട്ട് ഞാൻ ഇരിക്കുന്ന സമയമാണ്. ഞാൻ അങ്ങനെ പ്രയർ വോക്കാന്ന് പറയാം. ഞാൻ പോകുന്ന വഴിയിലാണ് മുഴുവൻ കണ്ണുനീരോട് പ്രാർത്ഥിക്കുകയും ദൈവസേനയിൽ ഇങ്ങനെ എന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൊടുക്കുക. അങ്ങനെ പാർക്ക് അടുത്തെത്തി. പാർക്ക് ഞാൻ എന്താ പറഞ്ഞു വരുന്നത് അറിയാമോ? എന്റെ കർത്താവ് എന്റെ ജീവിതത്തില് ചെയ്ത ചില ഇടപെടലുകള്, ചില ഇന്റർവെൻഷനുകൾ. അപ്പൊ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു, സ്കൂളിങ് പറഞ്ഞു, വീട് പറഞ്ഞു. അടുത്തത് ഹല്ലേലൂയ, എന്റെ ദൈവം എന്നെ ഇടപെടുത്തുന്ന കാര്യങ്ങള്. കാരണം ഇനി എനിക്ക് ആരെയും ആശ്രയിക്കാൻ പറ്റത്തില്ല, എനിക്ക് വണ്ടിയില്ല, ഞാൻ ഇനി എന്റെ കാര്യങ്ങൾ തന്നെ ചെയ്യണം. കാരണം ആൾക്കാർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, അവർക്ക് അവരുടെ കാര്യങ്ങളുണ്ട്, അവരുടെ ഫാമിലി ഉണ്ട്. നമുക്ക് ചില കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിക്കാമെന്നല്ലാതെ അതിൽ കൂടുതൽ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴ് ഞാനൊരു പാർക്കിന്റെ അടുത്തെത്തിയപ്പോഴ് എന്നോട് പരിശുദ്ധാത്മാവ് പറയുക, നീ അടുത്ത സ്ട്രീറ്റിലേക്ക് നടക്ക. പെട്ടെന്ന് പാരലായിട്ടുള്ള എന്നോട് അങ്ങനെ തന്നെ വ്യക്തമായി ദൈവശബ്ദം കേൾക്കുക, അടുത്ത സ്ട്രീറ്റിലൂടെ നടക്കുക. അങ്ങനെ പെട്ടെന്ന് പാരല സ്ട്രീറ്റിലൂടെ ഞാൻ നടക്കുമ്പോൾ ഒരു അമ്മച്ചി അവിടെ നിന്ന് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നിങ്ങൾക്കറിയാമോ, എല്ലാരും ഹായ് ഹലോ പറയും, അതത്രേ ഉള്ളൂ. സ്ട്രേഞ്ചേഴ്സിനോട് ആരും അധികം സംസാരിക്കാറില്ല, ചിരിക്കും, പക്ഷെ എല്ലാരും ഹായ് ഹലോ ഹൗ ആർ യു അത്രയും മാത്രം ചോദിക്കും. അപ്പൊ ഈ അമ്മച്ചി എന്നോട് അങ്ങ് വർത്താനം പറയാൻ ആരംഭിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിപ്പോ റീസെന്റ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നതാ, ഇന്ത്യയിൽ നിന്ന് വന്നതാ എന്നൊക്കെ പറഞ്ഞു. ഉടനെ അപ്പൊ എനിക്ക് ഇവിടുത്തെ ജോലിക്ക് വേണ്ടി നമുക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ ഞാൻ ഇങ്ങനെ അത് ചിന്തിച്ച് നടക്കാം, എങ്ങനെ അത് ചെയ്യാം, എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം, ഐ ഡോണ്ട് നോ ഹൗ ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞു. ഉടനെ ഈ അമ്മച്ചി എന്നോട് പറയാം, വൈ ഡോണ്ട് യു കം ഇൻ, നീ എന്താ അകത്ത് വാ, ഇവിടെ ആരും അങ്ങനെ വിളിച്ചാരും അകത്ത് കയറ്റത്തില്ല. ഞാൻ പ്രിയമുള്ളവരെ, എന്നെ പെട്ടെന്ന് ഈ അമ്മച്ചി വിളിച്ച് അകത്ത് കയറ്റിയതിന് ശേഷം എനിക്കൊരു ഗ്ലാസ് കോഫി പെട്ടെന്ന് ഉണ്ടാക്കി തന്നു. ഹല്ലേലൂയ. അതിനുശേഷം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ വീട്ടിൽ പെട്ടെന്ന് വന്ന് എന്റെ പേപ്പേഴ്സ് എല്ലാം എടുത്തു. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി അവർ ചെയ്യേണ്ടതൊക്കെ പറഞ്ഞ് പെട്ടെന്ന് അത് സബ്മിറ്റ് ചെയ്യാൻ ഇടയായി തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം എന്താ സംഭവിച്ചത് നിങ്ങളോട് പറയട്ടെ. അടുത്ത ദിവസം മോർണിംഗില് ഹല്ലേലൂയ, ഈ പ്രിയ മാതാവ് തന്റെ കൂട്ടുകാരി വലിയൊരു പിക്കപ്പുമായിട്ട് ഹല്ലേലൂയ എനിക്കുള്ള സാധനങ്ങള്, കട്ടില്, മെത്ത, എനിക്കുള്ള യൂട്ടൻസിൽസുമായിട്ടെല്ലാം എന്നെ രാവിലെ വന്ന് എന്നെ വിളിക്കുക. നിങ്ങളൊന്ന് ഓർത്തെ, എന്റെ കർത്താവ് അവൻ ആരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു വാക്ക് ചോദിച്ചില്ല. എന്നാൽ നമ്മെ അറിയുന്ന, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന സ്വർഗത്തിലെ ദൈവം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ, ഇത് ഹല്ലേലൂയ. അതിനുശേഷം ആ പ്രിയമാതാവ് അങ്ങനെ വളരെ ഒരു ഹെൽപ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനിടയായി തീർന്നു. അടുത്തതിന്റെ ജോലി. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എന്നുള്ള കോഴ്സ് ചെയ്യാനിടയായി. ഇവിടെ കോഴ്സ് ചെയ്യാതെയോ ഇവിടെ വന്ന് പഠിക്കാതെയോ നമുക്ക് ജോലി കിട്ടത്തില്ല. അങ്ങനെ ദൈവം ഒരു കോഴ്സ് ചെയ്യാൻ കൃപ തന്നു. ആ കോഴ്സിന്റെ അവസാനം ഞങ്ങൾക്ക് പ്ലേസ്മെന്റ് ഉണ്ട്. പ്ലേസ്മെന്റ് കഴിയുന്ന ദിവസം, ഹല്ലേലൂയ, പ്ലേസ്മെന്റ് കഴിയുന്ന ദിവസം അടുത്തൊരു അത്ഭുതം ഞാൻ നിങ്ങളോട് പറയാൻ പോവുക. അപ്പൊ അത്ഭുതങ്ങളുടെ പരമ്പര തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഹല്ലേലൂയ, ഞാൻ എന്റെ ജീവിതത്തിനകത്ത് ചെറിയ കാര്യങ്ങൾക്ക് പോലും, ചിലർ പറയത്തില്ലേ സേഫ്റ്റിമെന്റ് കാര്യം പോലും കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയങ്ങളാ. എല്ലാം എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. ഞാൻ ഇങ്ങനെ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. എന്റെ കർത്താവിന്റെ ഉള്ളം കയ്യിൽ അവൻ എന്നെ വഹിച്ച്, ഹല്ലേലൂയ, ആരും ചേർത്ത് പിടിക്കാനില്ല, ആരും സഹായിക്കാനില്ല, അവന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞാൻ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കോഴ്സ് കഴിയുന്ന ദിവസം ഞാൻ അവരോട് ചോദിച്ചു, എനിക്കൊരു ജോബ് അത്യാവശ്യമാണ്, ഏതെങ്കിലും പൊസിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അന്ന് സാറ്റർഡേ ആ ഇത് തീരുന്നത്. അവർ പറഞ്ഞു, വൈ ഡോണ്ട് യു കം ടു, നീ ട്യൂസ്ഡേയിൽ എനിക്കൊരു അപ്പോയിന്റ്മെന്റ് തന്നു. അപ്പം ട്യൂസ്ഡേ അപ്പോയിന്റ്മെന്റ് തന്നു. ഞാൻ ഇവിടെ വന്നു, നമ്മുടെ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോടൊക്കെ സംസാരിച്ചു. അവർ ചിരിക്കുക. ഇവിടെ അങ്ങനെ ജോലി കിട്ടത്തില്ല. ഇവിടെ HR കൂടെ നമ്മൾ അഡ്വർടൈസ്മെന്റ് കണ്ട് ആപ്ലിക്കേഷൻ ഇട്ട് അല്ലാതെ നമുക്ക് ജോലി കിട്ടത്തില്ല. അപ്പൊ ഞാൻ പറയുക,
ഇപ്പോഴും നിന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നു, കർത്താവ് എനിക്ക് ജോലി തരാൻ പോവാ, കർത്താവ് എനിക്ക് ജോലി തരാൻ പോവാ. ഞാൻ പറഞ്ഞ വാക്ക് ഓർക്കുക. ഞാൻ അങ്ങ് ധൈര്യം, പ്രിയമുള്ളവരെ, ഇന്നുള്ളതിന്റെ ഒരു 100 ഇരട്ടി ധൈര്യം എനിക്ക് അന്ന് കർത്താവിനുണ്ട്. ഹല്ലേലൂയ. ഞാൻ അങ്ങ് ധൈര്യപ്പെട്ട് പറയാം, ഇന്ന് കർത്താവ് എനിക്ക് ജോലി തരാൻ പോവാ. അങ്ങനെ ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാമോ? റെസ്യൂമെ എല്ലാം തയ്യാറാക്കി ഞാൻ ഇന്റർവ്യൂവിന് പോകുന്ന പോലെ അങ്ങ് പോവുക. വളരെ കോൺഫിഡന്റാ. അങ്ങ് അവിടെ ചെന്ന് അവരെന്റെ റെസ്യൂമെ നോക്കിയില്ല. ഹല്ലേലൂയ. വെള്ളക്കാരിയാണ്. ഹല്ലേലൂയ. ഇവിടുത്തെ ഓസ്ട്രേലിയൻ ഗേളാണ്. അവൾ എന്നോട് പറഞ്ഞു, ഞാന് ഹല്ലേലൂയ 8 hours ജോബ് നിനക്ക് എല്ലാ ആഴ്ചയിലും. അപ്പോൾ തന്നെ ഒരു പൊസിഷൻ കർത്താവ് എനിക്ക് തന്നു. ഹല്ലേലൂയ. എന്റെ കർത്താവ് എത്ര വലിയവൻ. പ്രിയമുള്ളവരെ, അതിനുശേഷം അടുത്ത അത്ഭുതം സംഭവിച്ചത്, ഞങ്ങളുടെ വിസ പ്രകാരം ഞങ്ങൾക്ക് ഇത്ര അവേഴ്സ് വർക്ക് ചെയ്യണം, എന്നാലും നമുക്ക് 2 വർഷം കഴിയുമ്പോൾ എനിക്ക് PR അപ്ലൈ ചെയ്യാൻ ഒക്കത്തുള്ളൂ. നമ്മള് ചെറിയ അവേഴ്സ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. ഉടനെ എന്നോട് ചോദിക്കുക, നിനക്ക് അവിടെ നൈറ്റ് ഡ്യൂട്ടി ചെയ്ത ഒരാൾക്ക് പെട്ടെന്ന് ഹല്ലേലൂയ ഒരു നടുവേദന വരിക. എന്നെ മാനേജർ വിളിച്ചിട്ട് ചോദിച്ചു, നിനക്ക് ഈ ഡ്യൂട്ടി ചെയ്യാൻ പറ്റുമോ? ഞാന് യെസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളെ ഒറ്റക്കിട്ടിട്ട് നമുക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാനൊക്കത്തില്ല. ഞാനിങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യേശു പറഞ്ഞു കഴിഞ്ഞു, ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരിക. എന്റെ കൂടെ പഠിച്ച ഒരു മോള്, അവള് അന്ന് ആ കുഞ്ഞൊന്ന് മാരീഡ് അല്ല. അവള് കരഞ്ഞോണ്ട് വിളിച്ചിട്ട് ചോദിക്കാം, ചേച്ചി എനിക്കൊരു അക്കോമഡേഷൻ വേണം, എനിക്ക് ഒരു റൂം എന്ന് ഷെയർ ചെയ്യാൻ തരാമോ? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, മോളെ നീ വാ. അങ്ങനെ കർത്താവ് കുഞ്ഞുങ്ങളെ നോക്കാൻ അവിടെ ആളിനെ ദൈവം ഒരുക്കി. അങ്ങനെ ആ ജോലിയിൽ തുടരുമ്പോൾ ഹല്ലേലൂയ കർത്താവ് ഇങ്ങനെ എന്നെ ഹല്ലേലൂയ കർത്താവിന്റെ 2010 അങ്ങനെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ ഇടയായി തീർന്നു. ഓരോ ദിവസവും 2010 എനിക്ക് വലിയൊരു ടെറിബിൾ ആക്സിഡന്റ് ഉണ്ടായി. അതെനിക്ക് നിങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എനിക്ക് ചെന്നപ്പോൾ കാറില്ല. ഇവിടെ കാറില്ലാതെ ആർക്കും വലിയ പ്രയാസമാണ്. പബ്ലിക് ട്രാൻസ്പോർട്ടിനെ നമുക്ക് ആശ്രയിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പൈസ ഒക്കെ സ്വരുക്കൂട്ടി ഒരു കാർ വാങ്ങിച്ചു. കാർ വാങ്ങിച്ചതിന് ശേഷം അത് ഓടിക്കാൻ ആരംഭിച്ചു. അപ്പം ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടും, അതിനുശേഷം വന്ന് ഉറങ്ങും. അതിനുശേഷം ഞാൻ കുഞ്ഞുങ്ങളെ ഉച്ചയ്ക്ക് 3:30 ആകുമ്പോൾ എടുക്കണം. അങ്ങനെയാണ് റുട്ടീനായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം 2 മണിയായപ്പോൾ ഉറക്കം കൊണ്ടുവന്നിട്ട് എനിക്ക് അത്യാവശ്യമായി ചില സാധനങ്ങൾ വാങ്ങിക്കണം. അങ്ങനെ ഒരു ഷോപ്പിലേക്ക് പോയിട്ട് തിരിച്ച് സൈഡ് റോഡിൽ കൂടെ വന്ന് മെയിൻ റോഡിലേക്ക് കയറുക. അപ്പൊ 2 വരി പാത, 2 നടുക്കൊരു ഡിവൈഡറുണ്ട്. അങ്ങനെ ഇരിക്കുന്ന പാതയിലേക്ക് കയറുമ്പോൾ സൈഡിൽ നിന്ന് കയറുകയാണ്. സൈഡിൽ നിന്ന് കയറുമ്പോൾ എനിക്ക് ഈ പാത കട്ട് ചെയ്ത് അപ്പുറത്തെ പാതയിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ പുറകിലൊരു റെയിൽവേ ലൈൻ ഉണ്ട്. ആ റെയിൽവേ ലൈൻ ക്രോസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നടുക്ക് വന്ന് നിൽക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഒരല്പ സ്പേസ് ഉണ്ട്, നടുക്ക് വന്ന് നിൽക്കും. അവിടെ നിന്ന് വണ്ടി വരുന്നില്ലേ നമ്മൾ മുന്നോട്ട് കയറി പോകണം. അങ്ങനെയാണ്. പ്രിയമുള്ളവരെ, ഞാൻ നടുക്ക് വന്ന് നിന്നതായിട്ട് ഓർമ്മയുണ്ട്. അപ്പോഴത്തേന് അവിടുത്തെ ഗേറ്റ് തുറന്നു, റെയിൽവേ ഗേറ്റ് തുറന്നു. വണ്ടി പാഞ്ഞു വരികയും ഞാൻ പാനിക്കായി. എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല. ഞാൻ ബ്രേക്ക് ചവിട്ടി പതുക്കെ തിരിക്കുന്നതിന് പകരം ആക്സിലറേറ്റർ ചവിട്ടി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇങ്ങനെ തിരിയേണ്ടി ഞാൻ തിരിഞ്ഞത് നേരെ ആ ഡിവൈഡർ കടന്ന് മറ്റേ ലൈനിൽ ചെന്ന് കേർബെത്ത് വേറൊരു വണ്ടിയെ ഇടിച്ച് തകർത്ത് ഹല്ലേലൂയ ഞാൻ നിൽക്കാനിടയായി. ഞാനന്ന് ഹല്ലേലൂയ വേറൊരു വണ്ടി ഇടിച്ചു. ആ വണ്ടി മുന്നോട്ട് പോയി. ഞാൻ ഇങ്ങനെ സ്റ്റിയറിംഗ് പിടിച്ചിരുന്ന ഓർമ്മയുണ്ട്. എന്റെ സീറ്റില് ഒരു ട്രേ മുട്ടയുണ്ടായിരുന്നു. ഒരു 10-30 മുട്ട, ഒരു വലിയ ട്രേ മുട്ട നിറച്ചിരിക്കുക. അത് മൊത്തം അടിച്ചു തന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ ഇരിക്കുക. നിങ്ങൾക്കറിയാമോ, ഇവിടെ ആക്സിഡന്റ് ഉണ്ടായാൽ പെട്ടെന്ന് പോലീസ് വരും, ഫയർ വരും. നിപ്പില്ല. അപ്പൊ ഇങ്ങനെ തന്നെ ഇരിക്കുക. ഞാൻ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല. അതിലൊക്കെ സങ്കടം. പെട്ടെന്ന് ദൈവം കർത്താവെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഉണ്ടാക്കി ഒരു കാറ അത് മൊത്തം പോയി. ഞാൻ നോക്കുമ്പോൾ എനിക്കൊരു പോറല് പറ്റിയിട്ടില്ല. പ്രിയമുള്ളവരെ, ഒരു പോറൽ എന്റെ ശരീരത്തിൽ പറ്റിയിട്ടില്ല. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും, കർത്താവെ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു ഹോസ്പിറ്റൽ. കാരണം ഞാൻ PR ആയിട്ടില്ല. ഹോസ്പിറ്റലൊക്കെ പോയി നമുക്ക് ചെലവുകളാണ്, നമ്മൾ തന്നെ അപ്പം അതിനൊക്കെ പൈസ വേണം. അപ്പൊ ഞാൻ ഇങ്ങനെ, കർത്താവെ ആര് വന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല. ആദ്യം വന്നിട്ട് അവര് ചോദിച്ചു, നിന്റെ പേരെന്തുവാ? പേര് പറഞ്ഞു. ഉടനെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചു. കാരണം നമ്മൾ കോൺഷ്യസ് ആകുമെന്ന് അറിയാൻ വേണ്ടി ഇവരിതെല്ലാം ചോദിക്കും. അപ്പൊ ഓക്കെ, നിന്നെ ഹോസ്പിറ്റലിലേക്ക്
കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങി കൈയും കാലും എല്ലാം നിവർത്തെല്ലാം കാണിച്ചു. ഹല്ലേലൂയ. അതെന്റെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഒരു ടെറിബിൾ ആക്സിഡന്റ് ആയിരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ കാർ ഒന്നിനും കൊള്ളാതെ ടോ ചെയ്ത് കൊണ്ടുവരയിടയായി. എനിക്കൊന്നും കിട്ടിയില്ല. വളരെ $100-200 എന്തോ സംതിങ് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. അതോടുകൂടി എന്റെ ഭയങ്കര വേദനയായിപ്പോയി. എനിക്ക് വലിയ വേദനയായി. ഞാൻ എന്ത് ചെയ്യണം കർത്താവേ, വൈ മീ? നിങ്ങൾ ഓർക്കണം, തകർച്ചയിൽ കൂടെ ഒരു സൈഡിൽ കൂടെ തകർച്ചയിൽ കൂടെ പോകുന്നു, ഒരു സൈഡിൽ കൂടെ ദൈവം ഹാൻഡിൽ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ വീണ്ടും ഇങ്ങനെ തകർച്ച വരുമ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ വളരെ വേദനയിലായി, ഭയങ്കര ഭാരത്തിലായി. മെൽബണിലുള്ള കസിൻസ് കുഞ്ഞുങ്ങളെ വിളിച്ചപ്പോ അവര് പറഞ്ഞു, ചേച്ചി വൈ മീ എന്ന് ചോദിച്ചപ്പോ അവരെന്നോട് പറഞ്ഞ വാക്കാ, മോനിപ്പോ പറഞ്ഞ വാക്ക് ഇപ്പോഴും എന്റെ ഹൃദയത്തിലുണ്ട്. ചേച്ചി ഡോണ്ട് ടെൽ ലൈക്ക് ദാറ്റ്. യേശുക്ക് സ്നേഹിക്കുന്നു, ഒന്നും പറ്റിയില്ലല്ലോ, അസ്ഥി ഒടിഞ്ഞില്ലല്ലോ, ഒന്നും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ആ വാക്കെന്നെ ബലപ്പെടുത്തി, വീണ്ടും ധൈര്യപ്പെട്ടു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം വീണ്ടും വാഹനം വാങ്ങിക്കാൻ ഇടയായി. അതിനുശേഷം വീണ്ടും വാഹനങ്ങളെ കർത്താവ് തരാനിടയായി. ആമേൻ. ഇത് കർത്താവിന്. നിങ്ങളിപ്പോ ഒരു പക്ഷെ വിചാരിക്കും, സഹോദരി ഈ പറഞ്ഞതെല്ലാം നിന്റെ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് അല്ലയോ? പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാം, ഈ ഒരു അന്യദേശത്ത് നമ്മൾ വന്ന് പാർക്കുമ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അറിയാം അവര് കടന്നു പോകുന്ന വേദനകൾ എത്രമാത്രമാ, ഫീസിന്റെ വലിപ്പം എത്രമാത്രമാ, ഫുഡിന്റെ വില എത്ര മാത്രമാണ്. വെരി എക്സ്പെൻസീവ് കൺട്രിയാണ്. അങ്ങനെയുള്ളിടത്ത് കർത്താവ് നടത്തിയ വഴികളോട് ഞാൻ നിങ്ങളോട് വർണ്ണിക്കുകയാണ്. മനുഷ്യനെ ആശ്രയിക്കാതെ, വചനം പറയുന്നു, മനുഷ്യനെ ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, കർത്താവിൽ ആശ്രയിപ്പാൻ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയട്ടെ, ഞാൻ ടേസ്റ്റ് ചെയ്ത വ്യക്തിയാണ്. ഞാൻ എന്ന് നിങ്ങളുടെ മുമ്പിൽ സന്തോഷത്തോടായിരിക്കുമെങ്കിൽ ഞാൻ ടേസ്റ്റ് ചെയ്തു, യഹോവ നല്ലവനെന്ന് ഞാൻ രുചിച്ചറിഞ്ഞു. അതിനുശേഷം ഹല്ലേലൂയ, ഞാൻ വേദനയോട് കടന്നുപോയെങ്കിലും ദൈവം എന്നെ ബലപ്പെടുത്തി, വീണ്ടും എന്നെ ശക്തീകരിച്ചു. അടുത്ത അത്ഭുതം, എന്റെ PR-ന്റെ വിഷയം വന്നപ്പോൾ കറക്റ്റ് സമയമായപ്പോഴത്തേന് എനിക്ക് അവേഴ്സ് കിട്ടി. 2 വർഷം കഴിഞ്ഞ ഉടനെ തന്നെ ഞാനും എന്റെ സുഹൃത്തും കൂടെ ചേർന്ന് ഞങ്ങൾ തന്നെ അപ്ലൈ ചെയ്തു. ഇവിടെ എല്ലാ ഏജന്റുമാരെ കൊടുത്ത് അപ്ലൈ ചെയ്യുന്നത്, കാരണം നമ്മുടെ ക്യാഷ് ഇല്ല. ഞങ്ങൾ തന്നെ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്താ പറ്റുന്ന പറഞ്ഞാൽ, ആദ്യം നമുക്കൊരു ഇത് കിട്ടും, നമുക്കൊരു ലെറ്റർ കിട്ടും. ഞാൻ കേസ് സ്വീകരിച്ചു. ആ കേസ് സ്വീകരിച്ചതായിട്ട് ലെറ്റർ വരും. എന്നാൽ ആ കേസ് സ്വീകരിച്ചതായിട്ട് എനിക്ക് ലെറ്റർ വരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇതെന്നാ പറ്റി? പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് കേൾക്കണമോ? 5ാമത്തെ ദിവസം ഞാൻ എന്റെ ഇമെയിൽ ചെക്ക് ചെയ്തപ്പോൾ എന്റെ PR സാങ്ഷനായി വന്നിരിക്കുന്നു. എന്റെ കർത്താവ് ആരാണ്? അങ്ങനെ ദൈവം നടത്തിയ വഴികള് അനവധിയാണ്. എന്നാൽ ഹല്ലേലൂയ, ഞാൻ വീണ്ടും പ്രാർത്ഥനയിലും കണ്ണുനീരിലും ഉപവാസത്തിലും എന്റെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2013 ഹല്ലേലൂയ, എന്റെ പ്രിയപ്പെട്ടവന് കാർഡിയാക് അറസ്റ്റിലൂടെ ഈ ലോകത്തിലേക്ക് മാറ്റപ്പെട്ടു. അതെന്റെ ഹൃദയത്തിനകത്ത് വലിയ ചോദ്യങ്ങൾ ഉയർത്തി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇതല്ലല്ലോ ഞാൻ ആഗ്രഹിച്ചു, ഇതല്ലല്ലോ ഞാൻ ചിന്തിച്ചത്. എന്റെ വിചാരം അദ്ദേഹത്തിനോട് വേണ്ടി ഞാൻ കണ്ണുനീരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വളരെ ദുഃഖിതയായി. അപ്പോൾ കർത്താവിന്റെ ദൈവത്തിന്റെ വചനം എനിക്ക് ഇടപെട്ടത് 1 കൊരിന്ത്യർ 7-ാം 16 പ്രകാരം പറയുന്നു, സ്ത്രീയെ നീ ഭർത്താവിന് രക്ഷ വരുത്തും എന്ന് നിനക്ക് എങ്ങനെ അറിയാം? പുരുഷ, നീ ഭാര്യയ്ക്ക് രക്ഷ വരുത്തുമെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഇങ്ങനൊരു വചനം ബൈബിളിൽ ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്റെ ഹൃദയത്തിനകത്ത് അതൊരു വലിയ മർമ്മം എനിക്ക് വെളിപ്പെടുത്തി തരികയായിരുന്നു. എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ രക്ഷ അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടാൽ ആ രക്ഷയെ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടാലേ അല്ലെങ്കിൽ എന്റെ രക്ഷയെ ഞാൻ അതിനെ എന്റെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒത്തിരി ക്വസ്റ്റ്യനുമായിട്ട് നിൽക്കുമ്പോഴാണ് ദൈവം എനിക്ക് ഈ വചനം തന്നത്. ഹല്ലേലൂയ. എന്ന് നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ, സ്നാനപ്പെട്ട വ്യക്തിയാണോ? നിങ്ങൾ ഇന്ന് പകലില്ല എന്നെ കേൾക്കുമ്പോൾ ഏതെങ്കിലും രഹസ്യ പാപത്തിനകത്ത് നീ എവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ മടങ്ങി വാ പ്രിയ ദൈവ പൈതലേ. ഹല്ലേലൂയ. നീ മടങ്ങി വാ, നിന്നെ രക്ഷിപ്പാൻ യേശു കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നിന്റെ എത്ര കടിച്ചുറപ്പായ പാപമാണെങ്കിലും അതിനെ
അല്ലെങ്കിൽ രക്താംബരം അത് ചുവന്നതാണെങ്കിലും അതിനെ കഴുകി വെടിപ്പാക്കി നിന്നെ ശുദ്ധീകരിച്ച ദൈവരാജ്യത്തിന് കൊള്ളാവുന്ന മാനപാത്രമാക്കി തീർക്കുവാൻ യേശു അപ്പ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എന്റെ കുടുംബം മുഴുവൻ അദ്ദേഹത്തെ ഡീഡക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി. ഹല്ലേലൂയ. അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങളെല്ലാം ബിൽഡിംഗ് ആയിരിക്കാം. അദ്ദേഹത്തിന്റെ കുടുംബം, എന്റെ കുടുംബം അവിടെ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? അദ്ദേഹം 2 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം അവർക്ക് ക്ലാസ് എടുക്കാനിടയാകും. അപ്പൊ എല്ലാരും ചിന്തിക്കും, അയ്യോ ഇതേ റോബി ഒരിക്കലും ഇനി മദ്യപിക്കത്തില്ല. അതൊരു ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് ഓവർ കോൺഫിഡൻസിൽ നിൽക്കുന്നതല്ല. ഇത് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിലേ ഈ ദുരാത്മശക്തിയെ തകർത്ത് നിങ്ങൾക്ക് മുന്നേറുവാൻ കഴിയത്തുള്ളൂ. ഇരുട്ടിന്റെ വ്യാപാരത്തിലേക്ക് നിന്നെയും എന്നെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ തകർക്കപ്പെടുന്നത് അവന്റെ ജീവിതം മാത്രമല്ല, അവനെ ആശ്രയിച്ചു വന്ന ഭാര്യ, അവനെ ആശ്രയിച്ചു വന്ന മക്കള്, അവന്റെ അമ്മയപ്പന്മാര് എത്ര ദുഃഖിതരായി തീരുമെന്ന് അറിയാമോ? ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ഒരു വിപത്താണ് പ്രിയമുള്ളവരെ. നാം എന്ത് ചെയ്യണം? നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ദൈവസഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ കുടുംബങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ഹല്ലേലൂയ, നമ്മൾ ഇതിനെ വേണ്ടി നമ്മൾ ശക്തമായി അഡിക്ഷൻസുകൾക്കെതിരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകണം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, വിശുദ്ധന്മാരെ ചേർക്കുവാൻ വളരെ എളുപ്പമാ. എന്നാൽ ലോസ്റ്റ് ആയിരിക്കുന്നവരെ കാണുമ്പോൾ എന്റെ ഹൃദയം ഇന്നും തകരും. പ്രിയമുള്ളവരെ, ഒരു മദ്യപാനിയെ കാണുമ്പോൾ, ഒരു മയക്കുമരുന്നിന് അടിമയുള്ളവരെ കാണുമ്പോൾ ഇന്നും എന്റെ ഹൃദയം തകരും. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അനേകരെ പ്രാർത്ഥിക്കുവാൻ, കണ്ണുനീരൊഴുക്കുവാൻ, അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, അനേകരെ യേശുവിലേക്ക് ആദായപ്പെടുത്തുവാൻ കർത്താവ് എന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ അനേക ക്വസ്റ്റ്യൻസ് ചോദിച്ചു, കർത്താവേ എന്തുകൊണ്ട് ഞാൻ ഇതിൽ കൂടെ കടന്നു പോകേണ്ടി വരുന്നത്? അല്ലെങ്കിൽ ദീർഘനാളുകളിൽ എന്റെ തകർക്കപ്പെട്ട എന്റെ യൗവനകാലം മുഴുവനും ഈ അവസ്ഥയിൽ കൂടി കടന്നു പോകാൻ ഇടയായി. യേശു എന്നെ കൈവിട്ടില്ല. അവൻ എന്നെ മാറോട് ചേർത്ത് അവന്റെ സ്നേഹത്തിൽ വന്നതുവാൻ എന്റെ യേശുപ്പ എന്നെ ഇടയാക്കി. ഹല്ലേലൂയ. സകല മഹത്വത്തിനും മാനത്തിനും യോഗ്യനായ കർത്താവിനെ ഞാൻ അങ്ങ് ഉയർത്തുകയാണ്. എവിടെ പോയാലും എന്റെ ഹൃദയത്തിൽ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, അപ്പ നിന്റെ നാമം ഉയരുന്നതോടൊപ്പം അനേകരെ നാം ശ്രദ്ധിച്ച് കേൾക്കണമേ. ഹല്ലേലൂയ. നമ്മുടെ വിളി വലുതാണ്. നമ്മുടെ കൈയുടെ വിരലുകളിലെ ഫിംഗർ പ്രിന്റ് വ്യത്യസ്തമാണ്. ഈ ലോകത്തുള്ള സകല മനുഷ്യന്റെ ഫിംഗർ പ്രിന്റ് വ്യത്യസ്തമായതുപോലെ എന്നെ നിങ്ങളെ കുറിച്ചുള്ള വിളി വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. ആ വിളി എന്താണെന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു. ഒരു എൻഡ് ടൈമിലേക്ക് നാം വന്നെത്തിയിരിക്കുക. ഹല്ലേലൂയ. നമുക്ക് ഉത്തരം ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഹല്ലേലൂയ. എന്റെ ഈ കാലഘട്ടത്തില് ആത്മഹത്യയെ കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിക്കുവാൻ നിങ്ങൾ എന്നെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ആത്മഹത്യയെ കുറിച്ച് ചിന്തിപ്പാൻ ഒരിക്കൽ പോലും എന്റെ ദൈവം എന്നെ അനുവദിച്ചില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഈ ജീവിതം അവസാനിക്കാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. നീ ഈ ലോകത്തിൽ നിന്ന് നീ ഒളിച്ചോടേണ്ടിക്കവളല്ല. ഹല്ലേലൂയ. നീ കർത്താവിൽ ആശ്രയിച്ചാൽ നിന്നെ അറിയാത്ത വഴികൾ, നീ കാണാത്ത പാതകൾ ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഒരുക്കുമോ എന്ന് ചോദിച്ചാൽ ഒരുക്കിയിരിക്കും. നൂലെ കെട്ടി തരുമെന്ന് നമ്മൾ പറയത്തില്ലേ? നൂലെ കെട്ടി തരും. വാതിൽ കൊട്ടിത്തരുമോ? കൊട്ടിത്തരും. എന്റെ യേശു വലിയവനാണ്. അവൻ സർവശക്തനാണ്. അവൻ സർവജ്ഞാനിയാണ്. അവൻ സർവവ്യാപിയാണ്. He is El Shaddai. He is Adonai. He is Almighty God. Hallelujah. ഇന്ന് പകലില് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ, ഹല്ലേലൂയ, ഇതിനിടയ്ക്ക് എന്റെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട വിദ്യാഭ്യാസം കർത്താവ് കൊടുത്തു. അവര് ശ്രേഷ്ഠമായി അവർ 2 പേരും മാസ്റ്റേഴ്സ് എടുക്കുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന് മോളെ വിവാഹിതയായി മെൽബണില് ഒരു കുടുംബമായിട്ടായിരിക്കുന്നു. മോനെ ഇവിടുത്തെ ഏറ്റവും നല്ലൊരു യൂണിവേഴ്സിറ്റിയില് കുഞ്ഞു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവ് ഞങ്ങളെ നടത്തുന്നതല്ലാതെ ഹല്ലേലൂയ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും അവന്റെ പാദപീഠത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ആ പാദപീഠത്തിൽ ഹല്ലേലൂയ ഓരോ ദിവസത്തെ ആലോചന ചോദിച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകലില് ദൈവസന്നിധിയില് ആരെങ്കിലും കലങ്ങി തകർന്നിരിക്കുവാണെങ്കിൽ നിങ്ങളോട് ഒരു സന്ദേശം കൂടെ പറയട്ടെ. നിങ്ങളുടെ ഹല്ലേലൂയ നിങ്ങള് പിശാച് വന്നിട്ട് പല കാര്യങ്ങളും നെഗറ്റീവ് കൊണ്ടൊന്ന് സ്റ്റാക്ക് ചെയ്യും. അടുക്കി വെച്ചിട്ട് പറയും നീ ചത്തുകളയാൻ പറയും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നിനക്കൊരു അപ്പന്റെ മാറുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അവിടോട്ട് കയറിക്കോണം. നിനക്കൊരു പ്രാർത്ഥനാ മുറി വേണം. ഹല്ലേലൂയ. അതെ,
അല്പസമയം നിന്റെ കഥകളെ അടയ്ക്കണം. അവിടോട്ട് കയറി നിന്റെ ഹൃദയത്തിന്റെ ഭാരം പകർന്നാൽ ഇറങ്ങി വന്ന് നിന്റെ കൈ പിടിച്ചിട്ട് നിന്നെ ഹല്ലേലൂയ മാനപാത്രമാക്കും. ഞാൻ ഉടഞ്ഞപ്പോൾ ചിന്തിച്ചു, ഈ ഉടഞ്ഞ പാത്രത്തെ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവൻ അതിനെ മെനഞ്ഞ് അവന് തനിക്ക് വേണ്ടതുപോലെ ഒരു മനോഹര പാത്രമാക്കി തീർക്കും. ഹല്ലേലൂയ. ആ മനോഹര പാത്രമാക്കി കഴിയുമ്പോൾ ഹല്ലേലൂയ എല്ലാവർക്കും നിന്നെയും എന്നെയും കാണത്തക്ക രീതിയിൽ ദൈവം കൊണ്ടുവരും. ഹല്ലേലൂയ. ഇങ്ങനെ എന്റെ ജീവിതത്തെ കർത്താവ് നടത്തിയ എന്റെ ദൈവത്തിന് സകലമാനവും മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു അവസരം എനിക്ക് വേണ്ടി ഒരുക്കിയ കർത്താവിന്റെ ദാസിയോടുള്ള സ്നേഹത്തെയും ബഹുമാനത്തെയും ഞാൻ അറിയിക്കട്ടെ. ഹല്ലേലൂയ. ഇത് കേട്ടുകൊണ്ടിരുന്ന ഇത്രയും സമയം എന്നെ വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹല്ലേലൂയ കർത്താവ് നിങ്ങളെ ഹല്ലേലൂയ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും ഒരു വ്യക്തി പോലും നഷ്ടപ്പെടരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എത്രയും ആഗ്രഹിക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പ എത്രമാത്രം ആഗ്രഹിക്കുന്നു. നിത്യജീവന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ മുൻപിൽ അധിക സമയമില്ല. നമ്മൾ ഹല്ലേലൂയ നമ്മൾ ടൈമിൽ എത്തി നിൽക്കുകയാ. നാം ഒരുങ്ങുന്നതോടൊപ്പം അനേകരെ ഒരുക്കുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. അതിനായി ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും. ആമേൻ ആമേൻ. ഓക്കെ ദൈവദാസി, കർത്താവ് സഹായിക്കട്ടെ. ആ ദേശത്ത് കർത്താവിന്റെ ദാസ്യതയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനേകർക്ക് കർത്താവിന്റെ ദാസ്യ ഒരു അനുഗ്രഹമായി തീരുന്നു എന്ന് കേൾക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഉടഞ്ഞ പാത്രത്തെ മെനഞ്ഞ് നല്ലൊരു പുതിയ പാത്രമാക്കി തീർക്കുന്ന കർത്താവിന്റെ കരങ്ങളിൽ കർത്താവ് എങ്ങനെ പണിഞ്ഞു കൊണ്ടുവന്നുള്ളതായ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് കേൾക്കാനിടയായി തീർന്നത്. ഇത് അനേകരുടെ ജീവിതത്തിൽ വലിയ വിടുതലായി തീരട്ടെ എന്ന് ഞങ്ങൾ കർത്താവിൽ ആശംസിക്കുന്നു. ദൈവദാസിയെ കർത്താവ് കുടുംബമായി ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവേ, നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു സമയം ഒരുക്കി തന്നതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അടിയന്റെ ജീവിതത്തിൽ അടിയനെ നടത്തിയ വിവരങ്ങൾ കർത്താവേ ഹല്ലേലൂയ ഇന്ന് കേട്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കായി ഞാൻ കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവരിൽ ഒരാൾ പോലും നഷ്ടപ്പെടുവാൻ എന്റെ ദൈവം അനുവദിക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അഡിക്ഷനിലായിരിക്കുന്ന മദ്യപാനത്തിൽ കൂടെ പോകുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ മദ്യപാന ദുരാത്മ ശക്തികളെ തകർത്തെറിഞ്ഞ് അവർ പുറത്തു വരേണ്ടതിനായി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. അല്ല, യേശുവിനെ അറിയാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ യേശുവിനെ അറിയുവാൻ അവർക്കൊരു അവസരം ഉണ്ടാകേണ്ടതായി പ്രാർത്ഥിക്കുന്നു. അല്ല, ഇതുവരെ എന്റെ ജീവിതത്തിനകത്തൊരു ഉയർച്ച ഉണ്ടായിട്ടില്ല, നന്മ ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവരെ ഓർക്കുന്നു. ഹല്ലേലൂയ. കലങ്ങി കണ്ണുനീരോടെ ഹല്ലേലൂയ പലവിധമായ ഭാരത്താൽ ഹല്ലേലൂയ അലയുന്ന പലരുണ്ട് കർത്താവെ. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹം അവരെ മാറോട് ചേർക്കുന്നു ഓർത്ത് സ്തോത്രം. ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ യേശുവപ്പായുടെ കരങ്ങളിൽ അവരെ ചേർത്ത് പിടിക്കുന്നതിനെ സ്തോത്രം. ഈ ശുശ്രൂഷ ചെയ്ത കർത്താവിന്റെ വിലപ്പെട്ട ദാസിക്കായി ഞാൻ നന്ദി പറയുന്നു. കർത്താവെ, ഈ ശുശ്രൂഷ അങ്ങ് അനുഗ്രഹിക്കണമേ, ഈ ശുശ്രൂഷ അങ്ങ് മാനിക്കണമേ. ഇത് അനേകരിലേക്ക് എത്തിച്ചേരുവാൻ ഇടയാക്കണമേ. ഇത് അനേക കുടുംബങ്ങളെ പണിയുന്നതാകുവാൻ, ഇത് അനേകരെ ചേർത്ത് പിടിക്കുന്നതാകുവാൻ, അനേക തകർക്കപ്പെട്ടവരെ ഹല്ലേലൂയ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ഈ ശുശ്രൂഷ കർത്താവ് ഉപയോഗിക്കണമേ. ഹല്ലേലൂയ. കർത്താവെ, ഇന്ന് പകലില്ല തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു തലമുറ ഹല്ലേലൂയ വിശ്വാസത്തിൽ ഉറയ്ക്കുന്ന ഒരു തലമുറ, ഹല്ലേലൂയ അഭിഷേകത്തിൽ നിറയുന്ന ഒരു തലമുറ, ഹല്ലേലൂയ ആരാലും ഹല്ലേലൂയ വഞ്ചിക്കപ്പെടാത്ത ഒരു തലമുറയെ കർത്താവേ ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലില് ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി സ്തോത്രം. എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണം, നിത്യതയ്ക്കായി അങ്ങ് ഒരുക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. Amen. Praise Lord. Praise Lord. Praise Lord. Thank you.